ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഉബൈദ് ആദിനാട്, PSC എക്സാം ഹെൽപ്പർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ മാരത്തോണിലെ 3 വീഡിയോ ഇപ്പോൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഓക്കെ, മാരത്തോണിലെ ബാക്കിയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അടുത്ത വരാനിരിക്കുന്ന ജില്ലകളുടെ പരീക്ഷകൾക്ക് വേണ്ടി LDC പരീക്ഷകൾക്ക് വേണ്ടിയുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചേ. ഓക്കെ, 2/4 ഇൻറ്റു 2/3 ഡിവൈഡഡ് ബൈ 2/4. ഇതാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. 2/4 ഇവിടെ 2/5 ആണ്. 2/5. ഓക്കെ, 2/5 ഇൻറ്റു 2/3 ഡിവൈഡഡ് ബൈ 2/4 ഇതിൻ്റെ വില എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്കിത് വളരെ പല രീതി ചെയ്യാം. എളുപ്പം ഒറ്റ സ്റ്റെപ്പ് ചെയ്യാനുള്ള ഒരു മാർഗ്ഗം ഞാനങ്ങ് പറഞ്ഞേക്കാം. ഇത് സാധാരണ ചെയ്യുന്നത് ഇങ്ങനെ ഇക്വേഷൻ ആദ്യം ഒരു ഇക്വേഷൻ ഉണ്ട്. a⁻m ഇൻറ്റു a⁻n സമം a⁻m പ്ലസ് n എന്ന ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് ഇത് കൂട്ടും. പിന്നെ ഇങ്ങനെ ഇക്വേഷൻ ഉണ്ട് a⁻m ബൈ a⁻n സമം a⁻m മൈനസ് എന്ന് പറഞ്ഞ ഇക്വേഷൻ ഉണ്ട്. ഇത് ഉപയോഗിച്ച് പിന്നെ അത് ഹരിച്ചൊക്കെ ചെയ്ത് ഞാൻ അതിലേക്ക് ഒന്നും പോകുന്നില്ല. അത് എളുപ്പം ഒറ്റ മാർഗ്ഗം പറഞ്ഞേക്കാം. ഇതാ നോക്കിയാൽ 2⁻3 എന്ന് വെച്ചതിൻ്റെ അർത്ഥം 2 ഇൻറ്റു 2 ഇൻറ്റു 2 ആണ്. ഓക്കെ, 2 ഇൻറ്റു 2 ഇൻറ്റു 2 2നെ 3 പ്രാവശ്യം എഴുതി ഗുണിക്കുന്നത് 2⁻3. 2⁻5 എന്ന് വെച്ചാൽ ഇങ്ങനെ 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 2നെ 5 പ്രാവശ്യം എഴുതി ഗുണിക്കുന്നതാണ്. ഇപ്പോൾ ഉദാഹരണം ഇങ്ങനെ പറയുന്നു, 2⁻5 ഡിവൈഡഡ് ബൈ 2⁻3 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം 2നെ 5 പ്രാവശ്യം എഴുതി ഗുണിക്കണം. 2നെ എത്ര പ്രാവശ്യം? 5 പ്രാവശ്യം. ഇതേപോലെ 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 2⁻3 എന്ന് പറഞ്ഞാലോ 2നെ 3 പ്രാവശ്യം എഴുതി ഗുണിക്കുക. 2 ഇൻറ്റു 2 ഇൻറ്റു 2. ഓക്കെ ആണേ. നമുക്ക് എന്ത് ചെയ്യാം? ഇവിടുന്ന് ഒരു 2ഉം ഇവിടുന്ന് ഒരു 2 കൂടെ അങ്ങ് വെട്ടിക്കളയാം. ഇവിടുന്ന് ഒരു 2 ഇവിടുന്ന് ഒരു 2 കൂടെ വെട്ടിക്കളയാം. ഇവിടുന്ന് ഒരു 2ഉം ഇവിടുന്ന് ഒരു 2 കൂടെ അങ്ങ് വെട്ടിക്കളയാം. എല്ലാ സൈഡിൽ നമുക്ക് എന്ത് ചെയ്യാം? 2 വീതം വെട്ടിക്കളയാം. പറഞ്ഞല്ലോ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇനി ബാലൻസ് ഉള്ള ഇവിടെ 2 ഉള്ളൂ. അപ്പോൾ എന്താ 2⁻2 എന്ന് കിട്ടും. 2⁻2 2 2 2/2. ഈ ഒരു ട്രിക്ക് ഉണ്ടല്ലോ, ഈ ട്രിക്ക് ഇവിടെ ഉപയോഗിച്ചാൽ ഇത്രയൊന്നും എഴുതാൻ നിൽക്കുകയൊന്നും വേണ്ട. ഞാൻ ഈ പറഞ്ഞതിൻ്റെ കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇപ്പോൾ 2⁻3 എന്ന് വെച്ചാൽ 2നെ 3 പ്രാവശ്യം എഴുതി ഗുണിക്കുക. 2⁻5 എന്ന് വെച്ചാൽ 2നെ 5 പ്രാവശ്യം എഴുതി ഗുണിക്കുക. മനസ്സിലായല്ലോ? അതെന്ത് വേണം? 2⁻5 എന്ന് വെച്ചാൽ 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 5 പ്രാവശ്യം, ഇവിടെ 3 പ്രാവശ്യം. ഈ 3 ഈ ഇവിടുന്ന് ഓരോന്നോരോന്നങ്ങ് വെട്ടിപ്പോ ബാലൻസ് 2 ഉള്ളൂ. 2⁻2. ഈ ട്രിക്ക് ഇവിടെ ഉപയോഗിക്കാം. ഇതാ നോക്കി, ഇത് വെട്ടുന്ന എളുപ്പം വെട്ടാം. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. മനസ്സിലായോ? മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഇവിടെ 2 എത്ര പ്രാവശ്യമുണ്ട്? 4 പ്രാവശ്യം. ഇവിടെ 2 എത്ര പ്രാവശ്യമുണ്ട്? 5 പ്രാവശ്യം. മനസ്സിലായോ? ഈ 4 2 അങ്ങ് വെട്ടിക്കളയാം. 5 എണ്ണത്തിൽ നിന്ന് 4 എണ്ണം വെട്ടിയാൽ ബാക്കി ഒരെണ്ണം ഉണ്ട്. നമ്മൾ കണ്ടോ, ഇവിടുന്ന് 3 എണ്ണം വെട്ടിക്കളഞ്ഞു. ഇവിടെ 3 എണ്ണം. അപ്പോൾ ഇവിടെ താഴെ 3 എണ്ണം ഉണ്ട്. ഈ 3 എണ്ണം വെട്ടിക്കളഞ്ഞു. മേളിൽ 5 എണ്ണം ഉണ്ട്. അവിടുത്തെ 3 എണ്ണം വെട്ടിക്കളഞ്ഞാൽ ബാക്കി 2 എണ്ണം എന്ന് പറയുന്ന പോലെ ഇവിടെ 3 എത്ര എണ്ണം ഉണ്ട്? 5 എണ്ണം ഉണ്ട്. ഇവിടെ 3 എത്ര എണ്ണം ഉണ്ട്? 2 എത്ര എണ്ണം ഉണ്ട്? 5 എണ്ണം. ഇവിടെ 2 എത്ര എണ്ണം ഉണ്ട്? 4 എണ്ണം. ഈ 4 എണ്ണം വെട്ടി 5 എണ്ണത്തിൽ 4 എണ്ണം വെട്ടിയ ബാലൻസ് എത്ര ഉണ്ട്? ഒരെണ്ണം ബാലൻസ് ഉണ്ട്. ഇവിടെ ഞാൻ എന്തുകൊണ്ട് 2⁻3. അപ്പോൾ നമ്മളങ്ങ് എഴുതാം. ഈ ഇക്വേഷൻ ഉണ്ടോ? a⁻m ഇൻറ്റു a⁻n സമം a⁻m പ്ലസ് n. a⁻m ഇൻറ്റു a⁻n സമം a⁻m പ്ലസ് n. ഒരേ ബേസുള്ള സംഖ്യ ഗുണിക്കാൻ വന്നാൽ പൊതുവായിട്ട് ബേസ് എടുത്തുകൊണ്ട് പവറുകൾ കൂട്ടുക എന്ന് പറയുന്ന പോലെ ഇവിടുത്തെ 2 എടുത്തേയും ബേസ് എത്ര തന്നെയാണ്? 2 തന്നെയാണ്. ഇവിടെ 2 എടുത്തുകൊണ്ട് മേളിൽ കിടക്കുന്ന 1 3 കൂടെ കൂട്ടപ്പോൾ 4. ആൻസറിൻ്റെ ആൻസർ എത്രയാണോ? 3�4 എന്നുള്ള ആൻസറാണ് നമുക്കിവിടെ കിട്ടുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? 3�4. വേണം ഒന്നുകൂടെ ഒന്ന് പറയാം. ഇവിടെ എന്തുണ്ട്? 2 എത്ര പ്രാവശ്യമുണ്ട്? 5 പ്രാവശ്യം. ഇവിടെ 2 എത്ര പ്രാവശ്യമുണ്ട്? 3 പ്രാവശ്യമുണ്ട്. ഇവിടെ 2 എത്ര? 4 പ്രാവശ്യമുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? ഈ 5 പ്രാവശ്യമുള്ള 2ൽ നിന്നും ഇവിടെ 2 പ്രാവശ്യമുള്ള, ഇവിടെ 4 പ്രാവശ്യമുള്ള 2, ഇവിടെ 4 പ്രാവശ്യം 2 ഉണ്ട്. ഇവിടെ 5 പ്രാവശ്യം 2 ഉണ്ട്. ഈ 4 എണ്ണം വെട്ടിക്കളഞ്ഞു. 5 എണ്ണത്തിൽ നിന്ന് 4 എണ്ണം വെട്ടിക്കളഞ്ഞാൽ പിന്നെ ബാക്കി ഒരെണ്ണം. ഇവിടെ ബാക്കി 2⁻3. ഇനി താഴെ ഒന്നുമില്ല, എല്ലാം കഴിഞ്ഞു. ഓക്കെ, ഇനി മേളിൽ എത്ര? ഒരെണ്ണം ഉണ്ട്. ഇവിടെ 3 എണ്ണം ഉണ്ട്. അപ്പോൾ 3 ഒന്നുകൂടെ കുടുംബത്തിലിട്ടോ 4 എന്ന് വെച്ചാൽ ഇതിൻ്റെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 2⁻4 ആണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ആൻസർ എന്താണ്? 2⁻4. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്ലിയർ ആണല്ലോ? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്തൊരു ക്വസ്റ്റ്യൻ 2⁻x = 128 ആയാൽ 2⁻x + 1ന്റെ വില എത്ര? ഇതാണ് ക്വസ്റ്റ്യൻ. 2⁻x = 128 ആയാൽ 2⁻x + 1ന്റെ വില എത്ര? ഇതാണല്ലോ ക്വസ്റ്റ്യൻ. ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾ വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. അവിടെ 2⁻x = 128. സമത്തിന് അപ്പുറവും ഇപ്പുറവുമുള്ള സംഖ്യകളുടെ ബേസുകൾ തുല്യമായാൽ
മുകളിലുള്ള പവറുകളും തുല്യമായിരിക്കും. സമത്തിന് അപ്പുറമുള്ള സംഖ്യകളുടെ ബേസുകൾ തുല്യമായാൽ മുകളിലുള്ള പവറുകളും തന്നെ ആയിരിക്കണോ തുല്യമായിരിക്കും. ബേസുകൾ തുല്യമായാൽ പവറുകളും തുല്യമായിരിക്കും. എന്ന് വെച്ചാൽ ഇവിടുത്തെ ബേസ് 2 ആണ്, ഇവിടുത്തെ ബേസ് 2 ആണ് എങ്കിൽ മേളിൽ കിടക്കുന്ന പവറുകൾ തമ്മിൽ തുല്യമായിരിക്കും. അപ്പൊ നമുക്ക് നോക്കാം 2x 128 ആയാൽ ഈ 128നെ നമുക്ക് എന്ത് എഴുതാം? ഈ 2ന്റെ പവറിലേക്ക് മാറ്റണം. 2ന്റെ പവറിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് നോക്കാം 2x 128 നമുക്ക് എങ്ങനെ അറിഞ്ഞുകൂടാത്തൊരു തണ്ടിങ്ങിനോട് ഫാക്ടറൈസ് ചെയ്യണം. 128നെ നമുക്ക് 2 വെച്ച് ഹരിക്കാം. 2ന്റെ ഫാക്ടർ ആകുമ്പോൾ എത്ര? 64. വീട് 2 വെച്ചിരിക്കുമ്പോൾ 32, വീട് 2 വെച്ചിരിക്കുമ്പോൾ 16, വീട് 2 വെച്ചിരിക്കുമ്പോൾ 8, വീട് 2 വെച്ചിരിക്കുമ്പോൾ 4, 2 വെച്ചിരിക്കുമ്പോൾ 2, 1, 2, 3, 4, 5, 6, 7 എന്ന് വെച്ചാൽ 2 × 2 × 2 × 2 × 2 × 2 × 2 ആണ് 128. 2, 4, 8, 16, 32, 64, 128 എന്ന് വെച്ചാൽ 2നെ 1, 2, 3, 4, 5, 6, 7 പ്രാവശ്യം എഴുതി ഗുണിക്കുന്നതാണ്. എന്ന് വെച്ചാൽ 2/7 എന്ന് പറയുന്നതാണ് 128. ഈ 2/7 ഞാൻ ഇപ്പം അങ്ങ് എഴുതിയാൽ ഇതെങ്ങനെ കിട്ടും എന്ന് നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. അപ്പം എന്താ എഴുതാം? ഈ 128 മാറ്റിയിട്ട് പകരം എന്താ എഴുതാം? 2/7 എന്ന് എടുക്കാം. 128 മാറ്റിയിട്ട് എന്ത് കൊടുക്കാം? 2/7. ഇപ്പോൾ സമത്തിന് അപ്പുറം ഇപ്പുറമുള്ള സംഖ്യകളുടെ ബേസുകൾ തുല്യമായില്ലേ? ബേസുകൾ തുല്യമായാൽ മുകളിൽ കിടക്കുന്ന പവറുകളും തുല്യമായിരിക്കും. എന്ന് വെച്ചാൽ ഇത് രണ്ടും തുല്യമാണ്. ഇവിടെ രണ്ടിടത്ത് ഒരു സംഖ്യ തന്നെ പറഞ്ഞു. 2 ആണ് 2, ഇവിടെ 5 ആണ് ഇവിടെ 5, ഇവിടെ x ആണ് ഇവിടെ x. ഇന്നത് പറഞ്ഞൊന്നുമില്ല, രണ്ടിടത്ത് ഒരു കാര്യം തന്നെ വന്നാൽ മതി. എങ്കിൽ മേളിൽ കിടക്കുന്ന പവറുകളും തുല്യമായിരിക്കും. എന്ന് വെച്ചാൽ മേളിൽ കിടക്കുന്ന പവറായ എക്സിന്റെ വാല്യൂ 7 കിട്ടി. എക്സിന്റെ വാല്യൂ എത്ര കിട്ടി? 7. നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താണ്? 2x + 1ന്റെ വില എത്രയാണെന്ന് വെച്ചേക്കുന്നത്. 2x + 1ന്റെ വില എത്രയാണെന്ന് വെച്ചേക്കുന്നത്. x + 1ന്റെ വില. അപ്പോൾ 2x വാല്യൂ ഓൾറെഡി നമ്മൾ ഇതാ കണ്ടുപിടിച്ച് വെച്ചു. എത്ര? 7. 7 + 1 അപ്പോൾ 2/8 എന്ന് കിട്ടും. 2/8 എന്ന് കിട്ടും. മനസ്സിലായല്ലോ? 2/8. ഇതിന്റെ ആൻസർ 2/8 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. എത്ര പേരോടോ? 2/8 എന്നായിരിക്കും ആൻസർ വരുന്നത്. മനസ്സിലായോ? ഓപ്ഷനകത്ത് ഏതെങ്കിലും കാരണവശാൽ 2/8 ആൻസർ ആകത്തില്ലെങ്കിൽ എന്താ? 2നെ 8 പ്രാവശ്യം എഴുതി ഗുണിക്കാൻ അർത്ഥം. 2ന് ഇവിടെ 7 പ്രാവശ്യം എഴുതി ഗുണിച്ചാൽ 128. ഓക്കെ, 8 പ്രാവശ്യം എഴുതി ഗുണിച്ചാൽ 256 എന്ന് കിട്ടും. എത്ര കിട്ടുള്ളൂ? 256. ഒരു 90% 2/8 തന്നെ ഓപ്ഷനകത്ത് കാണത്തുള്ളൂ. ഏതെങ്കിലും കാരണവശാൽ ആൻസർ ഇല്ലെങ്കിൽ 256 2നെ 8 പ്രാവശ്യം എഴുതി ഗുണിക്കുന്നതാണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ 3x, 3x + 1, 3x - 1, 3x + 1 എന്നിവയിൽ ഇരട്ട സംഖ്യ ഏത്? ഇരട്ട സംഖ്യ ഈ തന്നേക്കിനകത്ത് ഇരട്ട സംഖ്യയായിട്ട് വരുന്ന ഏത് എന്ന് വെച്ചാൽ ഈവൻ നമ്പറായിട്ട് വരുന്ന സംഖ്യ അതാണ് ചോദിച്ചേക്കുന്നത്. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമുണ്ട്. എന്നാൽ ഞാൻ ഒരു കാര്യം പറയാം. 3/1 എന്ന് വെച്ചാൽ 3 എന്നാണ് അർത്ഥം. ഓക്കെ, എന്ന് വെച്ചാൽ ഈ എക്സിന് ഏത് വിലയാണോ കൊടുക്കുന്നത് 3/1. അപ്പോൾ എക്സിന് ഞാൻ 1 എന്നുള്ള വിലയാണ് കൊടുക്കുന്നതെങ്കിൽ അപ്പോൾ ഇവിടെ എന്താണ്? 3/1. 3/1 എന്ന് വെച്ചാൽ 3 ആണ്. 3/1 എന്ന് വെച്ചാൽ 3 പ്രാവശ്യം. ഇനി എക്സിന് 1 എന്നുള്ള വിലയാണ് കൊടുക്കുന്നത്. ഇവിടുത്തെ ആൻസർ എന്തായിരിക്കും? 3 എക്സിന് 1 എന്ന വിലയാണ് കൊടുക്കുന്നെങ്കിൽ 1 + 1 = 3t. 3/2 എന്ന് കിട്ടും. 3/2 ചുമ്മാ ഒരു 1 ഞാൻ ഉദാഹരണം ഇട്ട് കൊടുത്തതാണ്. 3/2 എന്ന് വെച്ചാൽ 9. ഇവിടെ 1 ആണെങ്കിൽ 1 അല്ല ഏത് സംഖ്യ ഇവിടെ ഞാൻ ഉദാഹരണം 1 ഇട്ട് എനിക്ക് 2, 3, 5 ഇഷ്ടം ഇട്ട് കൊടുക്കുക. എത്രയാണ്? അപ്പോൾ 2, 3 ഒക്കെ ആകുമ്പോൾ അത്രയും പ്രാവശ്യം 3നെ എഴുതി ഗുണിക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ചെറിയ സംഖ്യ ഇട്ട് കൊടുത്തത്. എക്സിന് 1 എന്നുള്ള വില കൊടുത്തപ്പോൾ നമുക്ക് കിട്ടിയത് 3/1 3. 3 എന്ന് പറയുന്നത് ഒരു ഒറ്റ സംഖ്യയാണ്. 3 എന്ന് പറയുന്നത് ഒറ്റ സംഖ്യ. ഒറ്റ സംഖ്യ എന്ന് വെച്ചാൽ 1, 3, 5, 7, 9 ഇങ്ങനെ പോകുന്ന സംഖ്യയാണ് ഒറ്റ സംഖ്യ അല്ലെങ്കിൽ ഓഡ് നമ്പർ. ഇനി ഈ എക്സിന് അടുത്ത 1 എന്ന വില കൊടുക്കുകയാണെങ്കിൽ 1 ഒന്നുകൂടെ കൂടുമ്പോൾ 2 എന്ന് വെച്ചാൽ 3/2 3/2 എന്ന് വെച്ചാൽ 9. 9ഉം ഒറ്റ സംഖ്യ. മനസ്സിലായല്ലോ? ഇനി നോക്കിയേ 3x - 1. അപ്പോൾ നോക്കിയേ 3x വാല്യൂ 1 നമ്മൾ കൊടുത്താൽ എക്സിന്റെ വാല്യൂ 1 കൊടുക്കുന്ന കേസിലാണ് പറയുന്നത്. എക്സിന് 1 കൊടുത്താൽ 1. ഇവിടെ എന്തോ -1 1 - 1 എന്ന് വെച്ചാൽ 3/1 1 കുറച്ചാൽ 0 എന്ന് കിട്ടും. 1 1 കുറച്ചാൽ 0. ഏതിന്റെ മേളത്തെ പവറോ 0 ആണെങ്കിൽ ആൻസർ 1 ആയിരിക്കും. ഏതിന്റെ മേളത്തെ പവർ ഇങ്ങനെ a/0 എന്ന് വെച്ചാൽ ആൻസർ 1 ആണ്. ഏതിന്റെ മേളത്തെ പവർ 0 ആണെങ്കിൽ ആൻസർ 1 ആണ്. അപ്പോൾ 3ന്റെ മണ്ടയ്ക്ക് 0 വന്നാൽ ഇവിടുത്തെ ആൻസർ എത്രയാണ്? 1 ആണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പോൾ എന്തോ 3 ഒറ്റ സംഖ്യ, 9 ഒറ്റ സംഖ്യ, 1 ഒറ്റ സംഖ്യ. നമുക്ക് വേണ്ടത് ഇരട്ട സംഖ്യ ഏതാണെന്ന് വെച്ചേക്കുന്നത്. ഇരട്ട സംഖ്യ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ നോക്കിയേ. 3 അടുത്ത് നോക്കിയേ 3x
പ്ലസ് 1, 3x പ്ലസ് 1. ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ എന്താ 3യുടെ വാല്യൂ എത്ര, നമ്മൾ ഇവിടെ എക്സിന്റെ വാല്യൂ എത്ര 1 എന്നല്ലേ കൊടുക്കുന്നത്. ചുമ്മാ ഒരു ഉദാഹരണം എടുക്കുക. 1 കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും എന്നാണ് നമ്മൾ നോക്കുന്നത്. 1ഓ 2ഓ 3ഓ എന്ത് വേണേലും കൊടുത്തു, എക്സിന് ഏത് വില വേണേലും കൊടുക്കാം. എന്ത് കൊടുത്താൽ ഈ കണ്ടീഷൻ ഇതേപോലെ തന്നെയുള്ള ഒറ്റ സംഖ്യയിലെ ഇവിടെ കിട്ടത്തുള്ളൂ. നിങ്ങൾക്ക് വേണേൽ ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് എന്താ 3 എക്സിന് 1 എന്ന് വാല്യൂ കൊടുത്തു. 1 എന്ന് കൊടുക്കുമ്പോൾ 1 പ്ലസ് 1. അപ്പോൾ എന്താ 3 എന്ന് പറഞ്ഞാൽ എത്ര ഇട്ടോ? 3 എന്ന് വെച്ചാൽ 3 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എത്ര ഇട്ടോ? 4 എന്ന് കിട്ടത്തില്ലേ? ഈ 4 ഇരട്ട സംഖ്യ അല്ലയോ? 4 ഇരട്ട സംഖ്യ. ഇനി നിങ്ങൾ നോക്കിയേ, ഇവിടെ ഞാൻ എക്സിന് 2 എന്ന വാല്യൂ കൊടുത്താൽ ഇവിടെ എന്താ 3ന്റെ സ്ക്വയർ 9 വരും. 9 ഒറ്റ സംഖ്യയാണ്. ഓക്കെ, ഇവിടെ 2 കൊടുത്താൽ 2 പ്ലസ് 1 3. 2/3 എന്ന് വെച്ചാൽ 27 ഒറ്റ സംഖ്യ. ഇവിടെ 2 കൊടുത്താൽ 2 1 കുറച്ചാൽ 1. 3/1 എന്ന് വെച്ചാൽ 3 വരും. അതും ഒറ്റ സംഖ്യയാണ്. മനസ്സിലായല്ലോ? ഇവിടെ 2 എന്ന് കൊടുത്താൽ 3ന്റെ സ്ക്വയർ 9 പ്ലസ് 1 10 എന്ന് വരും. 10 ഇരട്ട സംഖ്യയാണ്. മനസ്സിലായോ? ഇങ്ങനെ വരുന്ന കേസുകളിൽ ഈ വരുന്ന പ്ലസ് 1 കൂട്ടുമ്പോൾ മാത്രമാണ് അത് എന്തായി മാറുന്നത്? ഇരട്ട സംഖ്യയായിട്ട് മാറുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് 3x പ്ലസ് 1 ആണ്. ഇതെല്ലാം സ്കൂൾ ടെക്സ്റ്റിനകത്തുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഓക്കെ ആണല്ലോ? ഓക്കെ, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ 5/6 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 5/x ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 5/10 എന്ന് കിട്ടണമെങ്കിൽ എക്സിന് എന്ത് വില ആയിരിക്കണം? എക്സിന്റെ വില എന്തായിരിക്കണം, അല്ലെങ്കിൽ എന്ത് വില കൊടുക്കണം? മനസ്സിലായല്ലോ? ഇങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് ഈ ആൻസർ കിട്ടണമെങ്കിൽ എക്സിന് ഇവിടെ ഏത് വില കൊടുക്കണം എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. ക്ലിയർ ആണല്ലോ? നമുക്ക് വളരെ എളുപ്പം ചെയ്യാം. ഞാൻ ആദ്യം ഇതൊന്ന് എടുത്തെഴുതാം. നോക്കിയോ, 5/6 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 5/x ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 5/10. മനസ്സിലായല്ലോ? 5/6 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 5/x ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 5/10 എന്ന് കിട്ടും. ഓക്കെ ആണേ? യെസ്. ഇനി നമുക്ക് ഇത് എങ്ങനെ ചെയ്യാം എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യാം, ഈ 5/x ഇവിടെ സമത്തിന് ഇപ്പുറത്ത് ഹരിച്ചേക്കോ 5/x വരയുടെ താഴെയാണ് കിടക്കുന്നത്. ഹരിച്ചേക്കോ, ഇതിനെ ഗുണിക്കണം. സമത്തിന് അപ്പുറത്തോട്ട് അങ്ങ് കൊണ്ടുപോകാം. സമത്തിന് അപ്പുറത്തോട്ട് കൊണ്ടുപോകാണെങ്കിൽ ഗുണിക്കണം. സമത്തിന് ഇപ്പുറത്ത് ഹരിച്ചേക്കാണെങ്കിൽ സമത്തിന് അപ്പുറം പോകുമ്പോൾ ഗുണിക്കണം. അപ്പൊ നമുക്ക് നോക്കാം. അതിന് മുമ്പ് ഇവിടുത്തെ ഒരു സ്റ്റെപ്പ് ആദ്യം അങ്ങ് ചെയ്യാൻ പോവാം. 5/x ഞാൻ 1 കൊണ്ടുപോകാം. അല്ലെങ്കിൽ വേണ്ട, 5/x ഇവിടെ ഇങ്ങനെ കിട്ടാം. 5/x അല്ല ഇൻറ്റു 1. 5/xനെ 1 കൊണ്ട് ഗുണിക്കുക. 5/xനെ 5/6 നമുക്ക് എന്ത് ചെയ്യാം? 1 കൊണ്ട് ഗുണിക്കാം. 5/6നെ 1 കൊണ്ട് ഗുണിക്കുമ്പോൾ 5/6 ഇൻറ്റു 1 എന്ന് വെച്ചാൽ 5/6 എന്ന് കിട്ടും. ഓക്കെ, ഇവിടെ വരയുടെ താഴെയാണ് 5 കിടക്കുന്നത്. ഇത് ഹരിച്ചേക്കുക. ഇനി അങ്ങ് സമത്തിന് അപ്പുറം കൊണ്ടുപോകും. അപ്പോൾ ഗുണിക്കണം. വരയുടെ മേളിലോട്ട് കൊണ്ടുപോകണം. വരയുടെ മേളിലോട്ട് കൊണ്ടുപോകുമ്പോൾ എന്ത് ചെയ്യും? ഈക്വൽ ടു ഇവിടെ എന്ത് ചെയ്ത് 5/1 ഇൻറ്റു 5/x എന്നിട്ട് ഹരിച്ചത് അപ്പുറത്ത് ഗുണിച്ചു. ഡിവൈഡഡ് ബൈ ഇവിടെ എന്തുണ്ട്? 5/10 കിടപ്പുണ്ട്. ഓക്കെ, ഇവിടെ വരയുടെ താഴെയാണ് 5/10 കിടക്കുന്നത്. ഇത് ഹരിച്ചേക്കുക. ഇനി ഇപ്പുറത്തോട്ട് കൊണ്ടുവരണം. ഹരിച്ചേക്കുന്നത് ഇവിടെ വരുമ്പോൾ ഗുണിക്കണം. അപ്പം എന്ത് ചെയ്ത് 5/6 ഇൻറ്റു ഹരിച്ചത് ഇപ്പുറത്ത് വരുമ്പോൾ ഗുണിച്ചു. 5/10 ഈക്വൽ ടു എന്ത് എഴുതാം? 1 × 5/x എന്ന്. ഒന്നിനെ ഏത് സംഖ്യ കൊണ്ട് 1 കൊണ്ട് ഗുണിച്ചാൽ ഏത് സംഖ്യ 1 കൊണ്ട് ഗുണിച്ചാൽ ഉത്തരം ആ സംഖ്യ കൊണ്ട് 5/x എന്ന് കിട്ടി. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പൊ 5/6 ഇപ്പൊ ഇവിടെ ഹരിച്ച 5/10 ഇവിടെ പോയപ്പോൾ ഗുണിച്ചു. ഇവിടെ ഹരിച്ച 5/x അപ്പുറത്ത് പോയപ്പോൾ ഗുണിച്ചു. അപ്പോൾ ആണല്ലോ. അപ്പൊ 5/6 ഇൻറ്റു 5/10 സമം 5/x എന്ന് കിട്ടി. ഇത്രയും വരെ ഓക്കെ ആണല്ലോ? ഇവിടെ വരെ ഓക്കെ ആണ്. ഇനി നമുക്ക് ഇവിടെ നോക്കാം. നമുക്ക് നോക്കാം ഇതിന്റെ ഈ ഇക്വേഷൻ ഉണ്ട്. a/m ഇൻറ്റു a/n സമം a/m പ്ലസ് n എന്ന് പറയുന്ന ഇക്വേഷൻ നേരത്തെ പറഞ്ഞു തന്നില്ലൂടോ? ഒരേ ബേസ് ഉള്ള 2 സംഖ്യകൾ ഗുണിക്കാൻ വന്നാൽ രണ്ടിടത്തുനിന്നും പൊതുവായിട്ട് ബേസ് എടുത്തുകൊണ്ട് പവറുകൾ കൂട്ടണമെന്ന്. ഇവിടുത്തെ ബേസ് 5, ഇവിടുത്തെ ബേസ് 5. ഒരേ ബേസ് ഉള്ള 2 സംഖ്യകൾ ഗുണിക്കാൻ വന്നാൽ പൊതുവായിട്ട് ബേസ് ആയ ഒരു 5 എടുത്തുകൊണ്ട് മേളിൽ കിടക്കുന്ന പവറുകൾ കൂട്ടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അതിന്റെ ആൻസർ ഇങ്ങോട്ട് എഴുതാം. രണ്ടിടത്ത് ബേസ് ഇങ്ങോട്ട് ഇടുമ്പോൾ നമുക്ക് പൊതുവായിട്ട് എന്ത് എഴുതാം? 5/6 6ഉം 10 കൂടെ കൂട്ടുക. 6ഉം 10 കൂടെ കൂട്ടുക. ഏത് ഇക്വേഷൻ? a/m ഇൻറ്റു a/n സമം a/m പ്ലസ് 6ഉം 10 കൂടെ കൂട്ടുമ്പോൾ 16 ഈക്വൽ ടു ഇവിടെ എന്താ 5/x എന്ന് കിട്ടും. എന്താ 5/16 ഈക്വൽ ടു 5/x എന്ന് കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞു സമത്തിന് അപ്പുറവും ഇപ്പുറവുമുള്ള സംഖ്യകളുടെ ബേസുകൾ തുല്യമായാൽ അവയുടെ പവറുകളും തുല്യമല്ലോടോ? ഇവിടുത്തെ ബേസ് 5, ഇവിടുത്തെ ബേസ് 5. ഒരേ ബേസ് ആണെങ്കിൽ മേളിൽ കിടക്കുന്ന പവറുകൾ എന്താണ്? തുല്യമാണ്. പവറുകൾ തുല്യം. അപ്പൊ മേളിൽ കിടക്കുന്ന പവർ 16 ഈക്വൽ ടു x എന്ന് വെച്ചാൽ എക്സിന് ഏത് വില കൊടുക്കണം? എക്സിന് 16 എന്നുള്ള വില കൊടുത്താൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ? ഈ പറയുന്ന
എന്നുള്ള ആൻസർ നമുക്ക് കിട്ടത്തുള്ളൂ. എക്സിന് ഇവിടെ 16 എന്നുള്ള ആൻസർ കൊടുത്താൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ, ഈ പറയുന്ന ഈ 1/5/10 എന്നുള്ള വില കിട്ടത്തുള്ളൂ. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഇവിടെ നമുക്കിവിടെ ചെയ്യേണ്ട പരിപാടി എന്ന് വെച്ചാൽ എന്താണ് കണ്ടുപിടിക്കേണ്ടത്, അതിനെ ഒരു സൈഡിലോട്ട് നമുക്ക് കൊണ്ടുപോകണം. അപ്പോൾ ഇവിടെ വരയുടെ താഴെ 5/x ആണ് ആദ്യം നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ വരയുടെ താഴെയാണ് 5/x കിടക്കുന്നത്, ഹരിച്ചേക്കുക, നമ്മൾ ഗുണിക്കണം. അപ്പോൾ വരയുടെ മേളിൽ പോയി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, ഇവിടെ കിടക്കുന്ന 5/10 ഇനി ഇപ്പുറത്തോട്ട് കൊണ്ടുവരണം. കാര്യം കണ്ടുപിടിക്കേണ്ടത് മാത്രമേ ഒരു സൈഡിൽ കാണാൻ പാടുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം, ഈ 5/10 ഇവിടെ ഗുണിച്ചത് നമ്മൾ ഇപ്പുറത്ത്, ഇവിടെ ഹരിച്ചത് ഇപ്പുറത്തോട്ട് ഗുണിച്ചു. അപ്പോൾ എന്താ 5/6 × 5/10 = 5/x. അപ്പോൾ ഈ ഇക്വേഷൻ ഉപയോഗിച്ച് ബേസുകൾ 5 ആയതുകൊണ്ട് പവറുകൾ കൂട്ടി 10 6 കൊടുക്കുമ്പോൾ 16 = 5 ഇപ്പുറത്തെ x 5/x അതേപോലെ എടുത്തു. ബേസുകൾ ഈക്വൽ ആണല്ലോ, ആണെങ്കിൽ പവറുകളും ഈക്വൽ ആയിരിക്കും. ബേസുകൾ ഈക്വൽ ആണെങ്കിൽ പവറുകൾ ഈക്വൽ ആയിരിക്കും. ബേസുകൾ ഈക്വൽ ആണെങ്കിൽ പവർ, ഇവിടുത്തെ ബേസ് 5 ഇവിടുത്തെ ബേസ് 5 ആയതുകൊണ്ട് പൊതുവായിട്ട് ബേസ് എടുത്തുകൊണ്ട് എക്സും ഇവിടുത്തെ എക്സിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 16 ആണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ, 6/10 1ന്റെ സ്ഥാനത്തെ അക്കം എന്തായിരിക്കണം? 6/10 1ന്റെ സ്ഥാനത്തെ അക്കം എന്തായിരിക്കണം? ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഈ 6/10 ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എന്താണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. 6/10 ഒറ്റയുടെ സ്ഥാനത്തെ അക്കം. ഉദാഹരണം നമുക്ക് നോക്കി, ഈ 6/10 അവിടെ നിന്നോട്ടെ. നമുക്ക് ചുമ്മാ ഒരു ഉദാഹരണം നോക്കിയാൽ 6/1. 6/1 എന്ന് വെച്ചാൽ 6നെ ഒരു പ്രാവശ്യം എഴുതി ഗുണിക്കുക. അപ്പോൾ 6, ഒറ്റയുടെ സ്ഥാനത്ത് 6 വന്നു. ഇനി നോക്കിയേ 6/2. 6/2 എത്ര? 36. ഓക്കെ ആണല്ലോ? ഇവിടെ ഒറ്റയുടെ സ്ഥാനത്ത് അക്കം എത്ര? 6 തന്നെ. 6/3 അതിന്റെ അർത്ഥം എത്ര? 6ന്റെ ക്യൂബ് 216. ഒറ്റയുടെ സ്ഥാനത്ത് എത്ര അക്കമാണ്? 6 തന്നെയാണ്. മനസ്സിലായി? 6/1 എന്ന് വെച്ചാൽ ഒറ്റയുടെ സ്ഥാനത്ത് അക്കം 6. 6/2 എന്ന് വെച്ചാൽ ഒറ്റയുടെ സ്ഥാനത്ത് അക്കം 6 തന്നെ. 6/3 വന്നപ്പോഴും ഒറ്റയുടെ സ്ഥാനത്ത് അക്കം എന്താണ്? 6 തന്നെ. നിങ്ങൾ നോക്കിയേ, ഈ 6ന് എത്രയൊക്കെ പവർ, 1 കൊടുത്തു 2 കൊടുത്തു 3 കൊടുത്തു, നിങ്ങൾ ഇനി ഏതൊക്കെ പവർ കൊടുത്താലും ശരി, ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 6 തന്നെയായിരിക്കും, മാറത്തില്ല. മനസ്സിലായല്ലോ? ഈ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം കണ്ടുപിടിക്കാൻ പല പല ട്രിക്കുകളുണ്ട്, വേറെ മോഡലുകളൊക്കെ ഉണ്ട്. ഇത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ആൻസറാണ്. ഇതേപോലുള്ള ഒരു 2-3 കാര്യങ്ങളൂടെ ഞാൻ പറയാനുണ്ട്. ഇതിന്റെ വിശദമായിട്ടുള്ള ക്ലാസ്സുകൾ, നമ്മളിപ്പോൾ ഒരു മാരത്തോൺ ഓട്ടമായതുകൊണ്ടാണ് ഇത്രയും സ്പീഡ് നിൽക്കുന്നത്. വിശദമായിട്ടുള്ള ക്ലാസ് നമ്മൾ വേറെ ഇടുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ ഇവിടെ എന്താണ് 6? നിങ്ങൾ ഒറ്റ കാര്യം മാത്രം ആലോചിക്കുക, അവസാനത്തെ അക്കം 6 ആണെങ്കിൽ അതിന് എത്ര പവർ മണ്ടയ്ക്ക് കൊടുത്താലും, എത്ര സംഖ്യ മണ്ടയ്ക്ക് കൊടുത്താലും, 6/10 അല്ല, 6/100 ആയാലും 10,000 ആയാലും 1,00,000 ആയാലും ശരി, ഒറ്റയുടെ സ്ഥാനത്ത് അക്കം 6 തന്നെയാണ്. അത് മാറത്തില്ല. നിങ്ങൾക്ക് ഇനി എത്ര വേണേലും എഴുതി നോക്കിയോ, മാറത്തില്ല. ഇനി നിങ്ങൾ ഓർത്ത് വെക്കാനും വേണ്ടി ഒന്ന് രണ്ട് കാര്യം കൂടെ ചെയ്യാം. ഒരു 2 കാര്യം കൂടെ ഞാൻ പറയാൻ പോവാ. 0. അപ്പം ഇത് ആൻസർ 6 ആണ്. ഇനി 1-2 കാര്യമാണ്. 0, 1, 5, 6. ഈ 4 സംഖ്യ ഉണ്ടോ? ഏതൊക്കെയാ? 0, 1, 5, 6. ഈ 4 സംഖ്യകളിൽ ഏതെങ്കിലും ആണ് ഒറ്റയുടെ സ്ഥാനത്ത് വരുന്നതെങ്കിൽ, ഒറ്റയുടെ സ്ഥാനത്ത് അക്കമെങ്കിൽ അത് തന്നെ ആയിരിക്കും ആൻസർ. ഇപ്പോൾ ഉദാഹരണം 10/1 ഒറ്റയുടെ സ്ഥാനത്ത് 10 ആയിരിക്കും. എൻ്റെ 250/1 അല്ലെങ്കിൽ 250/15 ഒറ്റയുടെ സ്ഥാനത്ത് അക്കം 0. ഇവിടുത്തെ ഒറ്റയുടെ സ്ഥാനത്ത് അക്കം 0. ഇവിടെ 18 എങ്കിൽ ഒറ്റയുടെ സ്ഥാനത്ത് അക്കം 0. അതേപോലെ തന്നെ കണ്ടേ 121/18 ഇവിടെ ഒറ്റയുടെ സ്ഥാനത്ത് അക്കം 1 തന്നെ ആയിരിക്കും. മനസ്സിലായല്ലോ? ഇനി എത്ര പ്രാവശ്യം എഴുതി ഗുണിച്ചാലും 1 തന്നെ ആയിരിക്കും. അതേപോലെ 3525/48 ഇങ്ങനെ വന്നാലും ഇവിടുത്തെ ഒറ്റയുടെ സ്ഥാനത്ത് അക്കം എന്തായിരിക്കും? 5 ആയിരിക്കും. അതേപോലെ 4766 അല്ലെങ്കിൽ 66 എത്രയെങ്കിലും ആയിക്കോട്ടെ, ഇവിടെ ഒറ്റയുടെ സ്ഥാനത്ത് അക്കം 6 ആയതുകൊണ്ട് ഇതിന്റെ മണ്ടയ്ക്ക് ഇനി 38 ഏത് സംഖ്യ കൊടുത്താലും ഒറ്റയുടെ സ്ഥാനത്ത് അക്കം 6 തന്നെ ആയിരിക്കും. അപ്പം നോക്കുക ഏതൊക്കെയാണ് ഒറ്റയുടെ സ്ഥാനത്ത് 0, 1, 5, 6 ഏതെങ്കിലും സംഖ്യയാണ് വരുന്നതെങ്കിൽ ഒറ്റയുടെ സ്ഥാനത്ത് ഈ അക്കം തന്നെ ആയിരിക്കും. ഇത് സ്കൂൾ ടെക്സ്റ്റിനകത്തുള്ള ഒരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ വീണ്ടും ഇത് എടുത്തിട്ടേക്കുന്നത്. ഓക്കെ, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്തൊരു ക്വസ്റ്റ്യൻ ഓക്കെ. റഹീം 350 കിലോമീറ്റർ ദൂരം തീവണ്ടിയിലും 150 കിലോമീറ്റർ ദൂരം ബസ്സിലും സഞ്ചരിച്ചു. തീവണ്ടിയുടെ ശരാശരി വേഗത 70 km/h ആണ്. ബസ്സിൽ സഞ്ചരിച്ചത് 5 മണിക്കൂർ. ബസ് സഞ്ചരിച്ച 5 മണിക്കൂറാണ്. മുഴുവൻ യാത്രയുടെയും ശരാശരി വേഗത എത്ര? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. മനസ്സിലായല്ലോ? റഹീം 350 കിലോമീറ്റർ ദൂരം തീവണ്ടിയിലും 150 കിലോമീറ്റർ ദൂരം ബസ്സിലുമാണ് സഞ്ചരിച്ചത്. തീവണ്ടിയുടെ ശരാശരി വേഗത 70 km/h ആണ്. ബസ്സിൽ സഞ്ചരിച്ചത് 5 മണിക്കൂറുമാണ്. മുഴുവൻ യാത്രയുടെയും ശരാശരി വേഗത എത്ര? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്.
ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ മൊത്തം യാത്രയുടെയും ശരാശരി വേഗത എത്ര എന്നാണ് നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യനകത്ത് ചോദിച്ചിരിക്കുന്നത്. മൊത്തം സഞ്ചരിച്ച ദൂരത്തെ മൊത്തം സഞ്ചരിച്ച സമയം കൊണ്ട് ഹരിക്കുമ്പോഴാണ് ശരാശരി വേഗത കിട്ടുന്നത്. മൊത്തം സഞ്ചരിച്ച ദൂരത്തെ മൊത്തം സഞ്ചരിച്ച സമയം കൊണ്ട് ഹരിക്കുമ്പോഴാണ് നമുക്ക് ശരാശരി വേഗത കിട്ടുന്നത്. ഇവിടെ മൊത്തം സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത്, മൊത്തം സഞ്ചരിച്ച ദൂരം ആദ്യം റഹീമാണെങ്കിൽ ഒരു 350 കിലോമീറ്റർ സഞ്ചരിച്ചു, പിന്നീട് എന്ത് ഒരു 150 കിലോമീറ്റർ സഞ്ചരിച്ചു. എത്രയൊക്കെയാണ്? 350 കിലോമീറ്റർ സഞ്ചരിച്ചു, ഒരു 150 കിലോമീറ്റർ സഞ്ചരിച്ചു. അപ്പോൾ നമുക്ക് ദൂരം, മൊത്തം സഞ്ചരിച്ച ദൂരം എത്രയാണ്? 350 കിലോമീറ്റർ പ്ലസ് 150 കിലോമീറ്റർ. അപ്പോൾ മൊത്തം സഞ്ചരിച്ചിരിക്കുന്ന ദൂരം 500 കിലോമീറ്റർ എന്ന് കിട്ടി. എത്ര കിട്ടിയോ? 500 കിലോമീറ്റർ. 150 350 150 എത്ര കിട്ടി? 500 കിലോമീറ്റർ എന്ന് കിട്ടി. ക്ലിയർ ആണല്ലോ? 500 കിലോമീറ്റർ മൊത്തം സഞ്ചരിച്ച ദൂരം. ഇനി മൊത്തം സഞ്ചരിച്ചെടുത്ത സമയം, അയാൾ 350 കിലോമീറ്റർ ദൂരം ട്രെയിനകത്താണ് സഞ്ചരിച്ചത്, പിന്നെ 150 കിലോമീറ്റർ ദൂരം ബസ്സിനകത്താണ് സഞ്ചരിച്ചത്. ബസ്സിനകത്ത് സഞ്ചരിച്ച സമയം 5 മണിക്കൂറാണെന്ന് പറയുന്നുണ്ട്. ബസ്സിൽ സഞ്ചരിച്ച ദൂരം 5 മണിക്കൂറാണ്, പക്ഷേ ട്രെയിനിൽ സഞ്ചരിച്ച ദൂരം അവർ തന്നിട്ടില്ല. അപ്പോൾ ട്രെയിനിൽ സഞ്ചരിച്ച സമയം തന്നിട്ടില്ല, ട്രെയിനിൽ സഞ്ചരിച്ച സമയം തന്നിട്ടില്ല, സമയം കണ്ടുപിടിക്കണം. അപ്പോൾ ട്രെയിനിൽ സഞ്ചരിച്ച സമയം, ട്രെയിനിൽ സഞ്ചരിച്ച ടൈം കണ്ടുപിടിക്കാൻ, ടൈം എന്ന് കണ്ടുപിടിക്കാൻ സഞ്ചരിച്ച ദൂരത്തെ അതിൻ്റെ വേഗത കൊണ്ടങ്ങ് ഹരിച്ചാൽ മതി. സഞ്ചരിച്ച ദൂരത്തെ അതിൻ്റെ വേഗത കൊണ്ട് ഹരിച്ചാൽ, സഞ്ചരിച്ച ദൂരം ബൈ വേഗത, സ്പീഡാണ്. ദൂരം എന്ന് പറയുന്നത് 350 കിലോമീറ്റർ, വേഗത എന്ന് പറയുന്നത് 70 കിലോമീറ്റർ പെർ അവർ. അപ്പോൾ ദൂരം 350 കിലോമീറ്ററും വേഗത 70 കിലോമീറ്റർ പെർ അവർ ആണ്. ഈ 0 വെട്ടാൻ കിലോമീറ്ററും വെട്ടുമ്പോൾ 35-ന് 7 വെച്ചിരിക്കുമ്പോൾ 5 മണിക്കൂർ എന്ന് കിട്ടും. എത്ര കിട്ടിയോ? 5 മണിക്കൂർ. അപ്പോൾ അയാൾ ബസ്സിൽ സഞ്ചരിച്ചതും ബസ്സിൽ സഞ്ചരിച്ച ദൂരവും സമയം 5 മണിക്കൂറാണ്. അതേപോലെ തന്നെ അയാൾ ട്രെയിനിൽ സഞ്ചരിച്ച ദൂരവും സമയവും 5 മണിക്കൂർ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ടോട്ടൽ ടൈം കിട്ടി. ടൈം എന്ന് പറയുന്നത് ബസ്സിൽ സഞ്ചരിച്ചത് 5 മണിക്കൂർ പ്ലസ് ട്രെയിനിൽ സഞ്ചരിച്ചതും 5 മണിക്കൂർ, മൊത്തത്തിൽ 10 മണിക്കൂറാണ്. മൊത്തത്തിൽ 10 മണിക്കൂറാണ് ബസ്സിലും ട്രെയിനിലൂടെ സഞ്ചരിച്ചത്. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അയാളുടെ ശരാശരി വേഗത എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്പീഡ് കണ്ടുപിടിക്കാൻ ലൊക്കേഷൻ, ഡിസ്റ്റൻസ് ബൈ ടൈം. ശരാശരി വേഗത കണ്ടുപിടിക്കാൻ ലൊക്കേഷൻ എന്തുവാ? ദൂരം ബൈ സമയം. മൊത്തം സഞ്ചരിച്ച ദൂരം 500 കിലോമീറ്റർ ബൈ സമയം എന്ന് വെച്ചാൽ 5 കൂടുമ്പോൾ 10 മണിക്കൂർ. ശരാശരി വേഗത 10 മണിക്കൂർ. ഈ 0 വെട്ടാ 50 കിലോമീറ്റർ പെർ അവർ. എത്രയാണ്? 50 കിലോമീറ്റർ പെർ അവർ ആണ് അവരുടെ മൊത്തം യാത്രയിലെ ശരാശരി വേഗത. എന്താണ് മൊത്തം യാത്രയിലെ ശരാശരി വേഗത? 50 കിലോമീറ്റർ പെർ അവർ ആണ്. മൊത്തം ശരാശരി വേഗത കണ്ടുപിടിക്കണമെങ്കിൽ മൊത്തം സഞ്ചരിച്ച ദൂരത്തെ മൊത്തം സഞ്ചരിച്ച സമയം കൊണ്ട് ഹരിക്കുമ്പോഴേ ശരാശരി വേഗത കിട്ടത്തുള്ളൂ. മൊത്തം സഞ്ചരിച്ച ദൂരം 350 പ്ലസ് 150 സമം 500 കിലോമീറ്റർ. സമയം എന്ന് പറയുന്നത് ഒന്ന് സഞ്ചരിച്ച 5 മണിക്കൂറാ. അടുത്ത സമയം ട്രെയിനിൽ സഞ്ചരിച്ച സമയം തന്നിട്ടില്ല. തരാത്തത് കൊണ്ട് അത് കണ്ടുപിടിക്കണം. അതിനെന്ത് ചെയ്യണം? ദൂരത്തെ വേഗത കൊണ്ട് ഹരിച്ചാൽ മതി. ട്രെയിനിൽ 350 കിലോമീറ്റർ ദൂരം 70 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ. അപ്പോൾ എത്ര? 350 ഡിവൈഡഡ് ബൈ 7 സമം 5 മണിക്കൂർ. അപ്പോൾ 5 എത്രയാണ്? മൊത്തത്തിൽ 10 മണിക്കൂറാണ് യാത്രയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. മൊത്തം ദൂരം എത്രയാണ്? 500 കിലോമീറ്റർ സഞ്ചരിച്ചു. സമയം എത്രയാണ്? 10 മണിക്കൂർ. ദൂരം ബൈ വേഗത. ആൻസർ 50 കിലോമീറ്റർ പെർ അവർ ആണ് ആ മൊത്തം യാത്രയുടെ ശരാശരി വേഗത എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്തൊരു ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചേ നോക്കൂ. ഒരേ ദിശയിൽ സമാന്തര ട്രാക്കിൽ സഞ്ചരിക്കുന്ന 2 തീവണ്ടികളുടെ വേഗത യഥാക്രമം 50 കിലോമീറ്റർ പെർ അവർ, 100 കിലോമീറ്റർ പെർ അവർ എന്നിങ്ങനെയാണ്. ഈ കിലോമീറ്റർ പെർ അവർ ഞാൻ എഴുതാനുള്ള എളുപ്പത്തിന് എങ്ങനെ എഴുതിയ? പുസ്തകത്തിനകത്ത് കിലോമീറ്റർ പെർ മണിക്കൂർ എന്നാണ് എഴുതിയിരിക്കുന്നത്. മനസ്സിലായല്ലോ? കിലോമീറ്റർ പെർ മണിക്കൂർ, കിലോമീറ്റർ പെർ അവർ എന്നാണ്. മനസ്സിലായല്ലോ? ഓക്കെ. 100 കിലോമീറ്റർ പെർ അവർ എന്നിങ്ങനെയാണ്. മനസ്സിലായല്ലോ? ആദ്യ തീവണ്ടി പുറപ്പെട്ട് 2 മണിക്കൂർ ശേഷമാണ് രണ്ടാമത്തെ തീവണ്ടി പുറപ്പെട്ടത്. എത്ര ദൂരം കഴിയുമ്പോഴാണ് 2 തീവണ്ടികളും ഒപ്പം എത്തുന്നത്? ക്വസ്റ്റ്യൻ കണ്ടല്ലോ. 2 തീവണ്ടികൾ ഒരേ ദിശയിലാണ് സമാന്തര ട്രാക്കിൽ ഒരേ ദിശയിൽ സഞ്ചരിക്കുന്നത്. 2 തീവണ്ടികൾ സമാന്തര ട്രാക്കിൽ ഒരേ ദിശയിൽ സഞ്ചരിക്കുന്നു. ഒരേ വേഗതയിൽ സഞ്ചരിക്കുന്നു. ഒരേ വേഗതയിൽ ഒരേ ദിശയിലുമാണ് സഞ്ചരിക്കുന്നത്. അവയുടെ വേഗത യഥാക്രമം 50 കിലോമീറ്റർ പെർ അവറും 100 കിലോമീറ്റർ പെർ അവറുമാണ്. ആദ്യ തീവണ്ടി പുറപ്പെട്ട് 2 മണിക്കൂറിന് ശേഷമാണ് രണ്ടാമത്തെ തീവണ്ടി പുറപ്പെടുന്നത് എങ്കിൽ എത്ര സമയം കഴിയുമ്പോൾ അവർ ഒപ്പം എത്തും? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഒന്നുമില്ല.
എളുപ്പം ചെയ്യാം. എങ്ങനെ ചെയ്യാം? രണ്ട് തീവണ്ടികൾ ഒരു സ്ഥലത്തുനിന്ന് പുറപ്പെടുന്നു. ഇപ്പോൾ ഉദാഹരണം കൊല്ലം അല്ലെങ്കിൽ കരുനാഗപ്പള്ളിയിൽ നിന്ന് രണ്ട് ട്രെയിനുകൾ എങ്ങോട്ട് പുറപ്പെടുന്നു? ഉദാഹരണം കോഴിക്കോടേട്ട് പുറപ്പെടുന്നു. ഒന്നാമത്തെ ട്രെയിൻ പോകുന്നത് 50 km/h വേഗതയിലാണ് കോഴിക്കോട്ടോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ ട്രെയിൻ ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ കരുനാഗപ്പള്ളിയിൽ നിന്ന് കോഴിക്കോട്ടോട്ട് തന്നെ പോയി. അപ്പുറം 2 ട്രാക്കിൽ കൂടെ പോകുന്നതെന്ന് വിചാരിച്ചോ? അപ്പുറം 2 ട്രാക്കിൽ കൂടെ പോകുന്നത്. പക്ഷെ രണ്ടാമത് വന്ന ട്രെയിൻ 100-ലാണ് പോകുന്നത്, വേഗത കൂടുതലാണ്. എങ്കിൽ എത്ര ദൂരം എത്തുമ്പോൾ ഈ രണ്ട് ട്രെയിനുകൾ തമ്മിൽ കണ്ടുമുട്ടും അല്ലെങ്കിൽ ഒപ്പം എത്തും? അല്ലെങ്കിൽ ഈ PSC എപ്പോഴും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യനിൽ പെട്ട ഒന്നാണ്. സ്കൂൾ ടെക്സ്റ്റിലെ 7ാം ക്ലാസ്സിലെ വേഗതയുടെ കണക്കെന്ന് പറയുന്ന ഒരു പാഠത്തിനകത്ത ക്വസ്റ്റ്യൻ ആണ്. ക്ലിയർ ആണല്ലോ? PSC ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഒരാൾ രാവിലെ 8 മണിക്ക് 50 km/h വേഗതയിൽ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു, മറ്റൊരാൾ 10 മണിക്ക് 100 km/h വേഗതയിൽ അതേ ദിശയിൽ പിന്തുടർന്നാൽ എത്ര സമയത്തിന് ശേഷം ഇവർ തമ്മിൽ കണ്ടുമുട്ടും? അല്ലെങ്കിൽ ഒരു കള്ളൻ മോഷണ വസ്തുവുമായി 50 km/h വേഗതയിൽ രാവിലെ ഒരു ജുവല്ലറിയിൽ നിന്ന് പുറപ്പെട്ടു, രാവിലെ 8 മണിക്ക് അല്ലെങ്കിൽ വെളുപ്പിന് 5 മണിക്ക് പുറപ്പെട്ടു. രാവിലെ 8 മണിക്ക് ഇതറിഞ്ഞെത്തിയ പോലീസ് രാവിലെ 8 മണിക്ക് അവൻ്റെ പുറകിൽ 60 അല്ലെങ്കിൽ 80 km/h വേഗതയിൽ 100 km/h വേഗതയിൽ പിന്തുടർന്നാൽ എത്ര അകലെ എത്തുമ്പോൾ അവർ തമ്മിൽ കണ്ടുമുട്ടും? അല്ലെങ്കിൽ എത്ര സമയത്തിന് ശേഷം കണ്ടുമുട്ടും? 2 മോഡലുണ്ട്. ഇപ്പോൾ ഞാൻ അതിലേക്ക് പോകുന്നില്ല, അതൊക്കെ നമുക്ക് ചെയ്യാൻ ടൈം ആൻഡ് ഡിസ്റ്റൻസ് എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യും എന്ന് ചോദിക്കാം. ശ്രദ്ധിക്കേണ്ട കാര്യം 2 വേഗതകൾ ഇവിടെ തന്നിട്ടുണ്ട്. ഒന്നാമത്തെ വേഗത എന്ന് പറയുന്നത് 50 km/h. അതിനെ സ്പീഡ് 1 എന്ന് എടുക്കണം. സ്പീഡ് 1 എന്ന് പറഞ്ഞാൽ 50 km/h. രണ്ടാമത്തെ ഒരു വേഗത പറയുന്നുണ്ട്. രണ്ടാമത് പുറപ്പെടുന്ന ട്രെയിനിന്റെ വേഗത സ്പീഡ് 2 എന്ന് വെച്ചാൽ 100 km/h. 100 km/h. ഇനി ഇവരുടെ സമയത്തിന്റെ വ്യത്യാസം, ടൈമിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് T എന്ന് പറയുന്നത് 2 മണിക്കൂർ. ശ്രദ്ധിച്ചോണം. സ്പീഡ് 1 50 km/h, സ്പീഡ് 2 100 km/h. ടൈം ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 2 മണിക്കൂർ. ഒന്ന് പുറപ്പെട്ട് 2 മണിക്കൂറിന് ശേഷമാണ് അടുത്ത ട്രെയിൻ പുറപ്പെടുന്നത്. ക്ലിയർ ആണല്ലോ? എങ്കിൽ ഇവർ എത്ര അകലെ വെച്ച് കണ്ടുമുട്ടും എന്നൊരു ചോദ്യം ചോദിച്ചാൽ, എത്ര ദൂരം കഴിയുമ്പോൾ ഇവർ തമ്മിൽ കണ്ടുമുട്ടും എന്ന് ചോദിച്ചാൽ ഒരു ഇക്വേഷൻ ഉണ്ട്. ഇത് കാണാതെ പഠിച്ചു വെച്ചാൽ മതി. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷനാ. ഇതാണ് S1 × S2 ഡിവൈഡഡ് ബൈ S2 മൈനസ് S1 × T. S1 × S2 ഡിവൈഡഡ് ബൈ S2 മൈനസ് S1 × T. എന്നോട് പറയാം, S1 × S2 ഡിവൈഡഡ് ബൈ S2 മൈനസ് S1 × T. S1 എന്ന് വെച്ചാൽ സ്പീഡ് 1, S2 എന്ന് വെച്ചാൽ സ്പീഡ് 2. ഓക്കെ, ഈ T എന്ന് വെച്ചാൽ ടൈം ഡിഫറൻസ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ സ്പീഡ് 1, ഒന്നാമത്തെ സ്പീഡ് എന്ന് വെച്ചാൽ 50 ഇൻറ്റു രണ്ടാമത്തെ സ്പീഡ് എന്ന് വെച്ചാൽ 100 ഡിവൈഡഡ് ബൈ സ്പീഡ് 2 എന്ന് വെച്ചാൽ 100 മൈനസ് സ്പീഡ് 1 എന്ന് വെച്ചാൽ 50 ഇൻറ്റു ടൈം ഡിഫറൻസ് 2. ക്ലിയർ ആണല്ലോ? ഉണ്ട് 50 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 100 ന്ന് 50 കുറച്ചാൽ എത്ര കിട്ടുമോ? 50 കിട്ടും ഇൻറ്റു 2. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഈ 50ഉം ഈ 50 കൂടെ നമുക്ക് വെട്ടിപ്പോ 100 × 2 എന്ന് വെച്ചാൽ 200 കിലോമീറ്റർ. ഇതിന്റെ ഫൈനൽ ആൻസർ എന്ന് വെച്ചാൽ ഇങ്ങോട്ട് എഴുതാം, 200 കിലോമീറ്റർ അകലെ എത്തുമ്പോൾ ഇവർ തമ്മിൽ കണ്ടുമുട്ടും. എത്രയാണ്? 200 കിലോമീറ്റർ അകലെ എത്തുമ്പോൾ ഇവർ തമ്മിൽ കണ്ടുമുട്ടും. ക്ലിയർ ആവുന്നുണ്ടല്ലോ? സ്പീഡ് 1 S1 × S2 ഡിവൈഡഡ് ബൈ S2 മൈനസ് S1 × S2 ഡിവൈഡഡ് ബൈ S2 മൈനസ് S1. 50 × 100 ഡിവൈഡഡ് ബൈ 100 മൈനസ് 50. 50 വെട്ടിപ്പോ 200 കിലോമീറ്റർ അകലെ എത്തുമ്പോൾ ഈ രണ്ട് ട്രെയിനുകൾ തമ്മിൽ കണ്ടുമുട്ടും. ക്ലിയർ ആണല്ലോ? നമുക്ക് മാരത്തോൺ ആയതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഇച്ചിരി സ്പീഡ് നിൽക്കുന്നത്. നമുക്ക് ഇതിന്റെ കാര്യങ്ങളെല്ലാം നമുക്ക് ടോപ്പിക് ബേസിൽ എടുക്കുമ്പോൾ ഈ കുറച്ചും കൂടെ നിങ്ങളിലേക്ക് എത്തുന്ന രീതിയിൽ നമുക്ക് കാര്യങ്ങൾ എത്തിക്കാം. ഓക്കെ, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്തൊരു ക്വസ്റ്റ്യൻ ജോണും രമേശും കൂടി ഒരു ജോലി കരാറെടുത്തു. ജോൺ 7 ദിവസവും രമേശ് 6 ദിവസവും ജോലി ചെയ്തു. കൂലിയായി കിട്ടിയ 6500 രൂപ ജോലി ചെയ്ത ദിവസത്തിന്റെ അംശബന്ധത്തിൽ ഭാഗിച്ചെടുത്തു. ഓരോരുത്തർക്കും എത്ര രൂപ വീതം കിട്ടി? ക്വസ്റ്റ്യൻ കണ്ടല്ലോ? ഇവിടെ ഒരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ജോണും രമേശും കൂടെ ഒരു വർക്ക് അങ്ങ് ഏറ്റെടുക്കും. മനസ്സിലായോ? ജോൺ ആണെങ്കിൽ 7 ദിവസം ജോലി ചെയ്യുന്നുണ്ട്, രമേശ് ആണെങ്കിൽ 6 ദിവസം ജോലി ചെയ്യുന്നുള്ളൂ. അവർക്ക് 6500 രൂപയാണ് കൂലിയായി കിട്ടിയത്. അവർ ജോലി ചെയ്ത ദിവസത്തിന്റെ അംശബന്ധത്തിൽ, ശ്രദ്ധിച്ചോണം, ജോലി ചെയ്ത ദിവസത്തിന്റെ അംശബന്ധത്തിൽ വീതിച്ചാൽ
അവർക്ക് വീതിച്ചാൽ ഓരോരുത്തർക്കും എന്താണ് എത്ര രൂപ വീതം കിട്ടി. ഇവിടെ ജോലി ചെയ്ത ദിവസത്തിൻ്റെ അംശത്തിൽ വീതിക്കാൻ പറയുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ടൈം ആൻഡ് വേജസ് എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. നമ്മൾ കൂടുതൽ ജോലി ചെയ്യുന്ന ആൾക്ക് കുറച്ച് വരുമാനവും, കൂടുതൽ ദിവസം ജോലി ചെയ്യുന്ന ആൾക്ക് കുറച്ച് വരുമാനവും, കുറച്ച് ദിവസം ജോലി ചെയ്യുന്ന ആൾക്ക് കൂടുതൽ വരുമാനം കൊടുക്കുന്ന സെറ്റപ്പാണ്. തിരിച്ചിട്ടാണ് ചെയ്യുന്നത്. എഫിഷ്യൻസി കൂടുതലുള്ളതിന് കൂടുതൽ പൈസ കൊടുക്കുന്നത്. മനസ്സിലായോ? ഇവിടെ അങ്ങനെ ചെയ്യേണ്ട. അവർ ക്വസ്റ്റ്യൻ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ജോലി ചെയ്ത ദിവസത്തിൻ്റെ അംശത്തിൽ അങ്ങ് വീതിച്ചോളാനാണ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് ഒന്നും പേടിക്കേണ്ട, പെട്ടെന്ന് ഇങ്ങനെ ചെയ്യുക. ടൈം ആൻഡ് വേജസിനകത്ത് വേറൊരു മോഡലിലാണ് ഇത് ചെയ്യുന്നത്. നിങ്ങൾ ഇത് റേഷ്യോൻ്റെ പ്രൊപ്പോർഷൻ സ്കൂൾ ടെക്സ്റ്റിനകത്ത് ക്വസ്റ്റ്യൻ ആണ്. റേഷ്യോൻ്റെ അംശബന്ധം എന്ന് പറയുന്ന ഭാഗത്തിനകത്തെ ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, നമുക്കിതെങ്ങനെ ചെയ്യാം. ജോൺ ആണെങ്കിൽ എത്രയാണ്? ജോൺ ആണെങ്കിൽ 7 ദിവസം ജോലി ചെയ്തു. രമേശ് ആണെങ്കിൽ എത്ര? 6 ദിവസം ജോലി ചെയ്തോളൂ. ജോൺ 7 ദിവസം ജോലി ചെയ്ത്, രമേശ് 6 ദിവസം ജോലി ചെയ്ത്. ആകെ അവർക്ക് മൊത്തത്തിൽ 6500 രൂപ കിട്ടിയിട്ടുണ്ട്. 6500 രൂപ കിട്ടി. എങ്കിൽ ജോണിന്റെ ഭാഗം എത്രയാണെന്ന് ആദ്യം നോക്കാം. ജോണിന്റെ ഭാഗം, ജോണ് മൊത്തം കൂടെ എത്ര ഭാഗമുണ്ട്? 7 6 കൂടെ കൂട്ടും. 7 6 കൂടെ കൂട്ടുമ്പോൾ 13. 13ൽ 7 ദിവസമാണ് ജോൺ ജോലി ചെയ്തേക്കുന്നത്. 13ൽ 7 ദിവസം. ഇനി രമേശ് എത്ര ദിവസം? 7 6 കുടുംബത്തിൽ ഇട്ടോ 13. 13ൽ 6 ദിവസം. മനസ്സിലായല്ലോ? 13ൽ 7 ദിവസമാണ് ജോൺ ജോലി ചെയ്തേക്കുന്നത്. 13ൽ 6 ദിവസമാണ് രമേശ് ജോലി ചെയ്തേക്കുന്നത്. ഈ 13 എന്ന് വെച്ചാൽ അവർ 2 പേരൂടെ ചെയ്ത ആകെ ജോലിയാണ്. 13 എന്ന് വെച്ചാൽ അവർ 2 പേരൂടെ ചെയ്ത ആകെ ജോലിയാണ്. ക്ലിയർ ആവുന്നുണ്ടോ? 2 പേരൂടെ ചെയ്ത ആകെ ജോലി. ഓക്കെ, ഈ 6500 എന്ന് പറഞ്ഞാൽ 2 പേർ കൂടെ കിട്ടിയ പൈസ. 6500 രൂപ 2 പേർക്കും കിട്ടി. ഒരാൾക്ക് കിട്ടിയതല്ല, മൊത്തത്തിൽ കിട്ടിയതാണ്. അപ്പോൾ ഈ 13 എന്ന് വെച്ചാൽ മൊത്തത്തിൽ കിട്ടിയേക്കുന്ന അംശബന്ധവും ഇത് 6500 രൂപ മൊത്തത്തിൽ കിട്ടിയേക്കുന്ന തുകയും. അപ്പോൾ എന്ത് ചെയ്യണം? ഇൻറ്റു 6500. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഈ 13. അപ്പോൾ ഈ 13ൽ 7 ഭാഗം ജോണിന് പൈസ കൊടുത്തേ പറ്റൂ. 13ൽ 6 ഭാഗം രമേശിന് കൊടുത്തേ പറ്റത്തുള്ളൂ. 13ൽ 7 ഭാഗം ജോണിനും 13ൽ 6 ഭാഗം രമേശിനും പൈസ കൊടുത്തേ പറ്റൂ. ഈ 13 ഭാഗം എന്ന് പറയുന്നതാണ് 6500. ക്ലിയർ ആണല്ലോ? ഓക്കെ, നമുക്ക് നോക്കാം. 1 13 13, 5 13 65, 7 5 35, 2 0, 3500 രൂപ ജോണിന് കൊടുക്കണം. മനസ്സിലായോ? 1 13 13, 5 13, 5 30, 3000 രൂപ രമേശിനും കൊടുക്കണം. 3500 രൂപ ജോണിന് കൊടുക്കണം. 3000 രൂപ രമേശിന് കൊടുക്കണം. 3500ഉം 3000 കൂട്ടുമ്പോൾ 6500. 3500ഉം 3000 കൂട്ടുമ്പോൾ 6500. മൊത്തത്തിൽ 6500 രൂപ വീതിച്ചെന്നാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. ക്ലിയർ ആണോ? ഇത്രയേ ഉള്ളൂ. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്ത് മാറ്റാം. ഓക്കെ, യെസ്. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. നമുക്കിവിടെ പറയുന്നത് വെച്ചാൽ 270 രൂപയ്ക്ക് 10 കിലോഗ്രാം തക്കാളി വാങ്ങി. അതിൽ 1 കിലോഗ്രാം തക്കാളി കേടായിപ്പോയി. അയാൾക്ക് 20% ലാഭം കിട്ടണമെങ്കിൽ ബാക്കിയുള്ള തക്കാളി 1 കിലോഗ്രാം എത്ര രൂപയ്ക്ക് വിൽക്കണം? ഇതാണ് ക്വസ്റ്റ്യൻ പറയുന്നത്. ക്വസ്റ്റ്യൻ കണ്ടല്ലോ? ഒരാൾ 270 രൂപയ്ക്ക് 10 കിലോഗ്രാം തക്കാളി വാങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഇനി എന്താണ് പറയുന്നത്? 1 കിലോഗ്രാം എത്രയാണ്? അതിൽ നിന്ന് 1 കിലോഗ്രാം കേടായി പോയതിന് ശേഷവും ബാക്കിയുള്ള അയാൾക്ക് കച്ചവടം ചെയ്യുമ്പോഴും അയാൾക്ക് എന്ത് കിട്ടണം? 20% ലാഭം കിട്ടണം. എങ്കിൽ ബാക്കിയുള്ള തക്കാളി 1 കിലോഗ്രാം എത്ര രൂപയ്ക്ക് വിൽക്കണം? ഇതാണ് ക്വസ്റ്റ്യൻ. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഒന്നുമില്ല, വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. നമുക്ക് അയാൾക്ക് ഈ 10 കിലോഗ്രാമിലൂടെ മൊത്തത്തിൽ ചിലവായിരിക്കുന്ന തുക 270 രൂപ. ഈ 10 കിലോഗ്രാമിന് മൊത്തത്തിൽ ചിലവാക്കുന്ന തുക എത്രയാണ്? 270 രൂപ. ഓക്കെ ആണല്ലോ? ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, അയാൾക്ക് 20% ലാഭം കിട്ടണമെന്നാണ് ക്വസ്റ്റ്യന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഏതൊരു സാധനത്തിൻ്റെയും യഥാർത്ഥ വില എന്ന് പറയുന്നത് 100%. ഏത് സാധനത്തിൻ്റെ യഥാർത്ഥ വില 100%. അത് 10% ലാഭം കിട്ടിയെന്ന് പറഞ്ഞാൽ 110%-ന് വിൽക്കണം. 20% ലാഭം കിട്ടിയെന്ന് വെച്ചാൽ 120%-ന് വിൽക്കണം. 30% ലാഭം കിട്ടിയാൽ 130%-ന്. 10% നഷ്ടം വന്നാൽ 90%, 20% നഷ്ടം വന്നാൽ 80%. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഞാൻ പറഞ്ഞ് ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, അപ്പോൾ എന്താണ്? 270 രൂപ എന്ന് പറയുന്നത് 100% വിലയാണ്. 270 രൂപ എന്ന് പറയുന്നത് 100% വിലയാണ്. അതെങ്ങനെയാണ്? 10% അയാൾക്ക് എന്ത് കിട്ടണം? 20% എന്ത് കിട്ടണം?
കിട്ടണം? ലാഭം കിട്ടണം. 20% ലാഭം എന്ന് വെച്ചാൽ 120%. ഒന്നുകൂടെ പറയാം, 20% ലാഭം എന്ന് വെച്ചാൽ 120%-നായിരിക്കണം ഇതിന്റെ കച്ചവടം നടക്കേണ്ടത്. എത്രയാണ്? 120%-നായിരിക്കണം അയാൾക്ക് ഈ 120% വേണം അയാൾക്ക് പൈസ തിരിച്ച് കിട്ടേണ്ടത്. കച്ചവടം കഴിയുമ്പോൾ 120% കിട്ടിയിരിക്കണം. 270 രൂപ അയാളുടെ 100% പൈസ. അയാൾ 270 അയാളുടെ മുടക്കിയ മുതലാണ്, അത് 100% പൈസയാണ്. അയാൾക്ക് എന്ത് വേണം? 20% കൂടെ അധികം കിട്ടണം. ഓക്കെ, അപ്പോൾ എന്തുവാ? 270-ന്റെ 100% 120% കാണാം. ഈ 0 വിട്ട ഈ 0 വിട്ട 27 × 12 എന്ന് വെച്ചാൽ 324 രൂപ എന്ന് കിട്ടും. 324 രൂപ. ഈ 324 രൂപയാണ് അയാൾക്ക് ആ കച്ചവടം കഴിയുമ്പോൾ കിട്ടേണ്ടത്. ഫുള്ള് കച്ചവടം കഴിയുമ്പോൾ അയാൾക്ക് മൊത്തത്തിൽ കിട്ടേണ്ടത് 324 രൂപയാണ് കിട്ടേണ്ടത്. ഈ 324 രൂപയാണ് 10 കിലോ തക്കാളി ഉണ്ടായിരുന്നു എങ്കിൽ 10 കിലോ തക്കാളി ഉണ്ടായിരുന്നു എങ്കിൽ 1 കിലോഗ്രാം തക്കാളി എത്ര രൂപയ്ക്ക് വിൽക്കണമെന്ന് വെച്ചാൽ 324 ഡിവൈഡഡ് ബൈ 10 സമം എത്ര? 32 രൂപ 40 പൈസയ്ക്ക് വിറ്റാൽ മതിയായിരുന്നു. അപ്പോൾ 10 കിലോഗ്രാം തക്കാളി ഉണ്ടായിരുന്നെങ്കിൽ 1 കിലോഗ്രാം തക്കാളി 32 രൂപ 40 പൈസയ്ക്ക് 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ ഇവിടെ ഒരു കുഴപ്പമുണ്ട്. 1 കിലോഗ്രാം കേടായിപ്പോയെന്ന് പറയുന്നുണ്ട്. 1 കിലോഗ്രാം കേടായിപ്പോയി. ഈ 1 കിലോഗ്രാം കേടായാൽ ഇപ്പോൾ അയാളുടെ കയ്യിൽ 9 കിലോഗ്രാം തക്കാളിയേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ 9 കൊണ്ടങ്ങ് ഡിവൈഡ് ചെയ്യണം. എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം? 9 കൊണ്ട്. 324-നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 36 രൂപ എന്ന് കിട്ടും. എന്ന് വെച്ചാൽ 36 രൂപ. ഇപ്പോഴുള്ള തക്കാളി 1 കിലോഗ്രാം 36 രൂപയ്ക്ക് വിറ്റാൽ മാത്രമേ അയാൾക്ക് എന്ത് കിട്ടത്തുള്ളൂ? ലാഭം കിട്ടത്തുള്ളൂ. ഈ പറഞ്ഞ 20% ലാഭം കിട്ടത്തുള്ളൂ. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്തൊരു ക്വസ്റ്റ്യൻ. ഒരു കച്ചവടക്കാരൻ 2500 രൂപ കൊടുത്ത് വാങ്ങിയ ഒരു ഫാൻ 40% വില വർദ്ധിപ്പിച്ച് 15% കിഴിവിന് വിൽക്കുന്നു. അത് എത്ര രൂപയ്ക്കാണ് വിൽക്കുന്നത്? ക്വസ്റ്റ്യൻ കണ്ടല്ലോ. ഒരു കച്ചവടക്കാരൻ എത്രയാണ്? 2500 കൊടുത്ത് വാങ്ങിയ ഫാൻ 40% കിഴിവ് അനുവദിച്ചപ്പോട്ട് 40% വില വർദ്ധിപ്പിച്ചതിന് ശേഷം 15% കിഴിവ് അനുവദിക്കുന്നു എങ്കിൽ അത് എത്ര രൂപയ്ക്കാണ് വിൽക്കുന്നത്? ഇതാണല്ലോ ക്വസ്റ്റ്യൻ. നിങ്ങൾ നോക്കിയേ, 2500 രൂപ വിലയുള്ള ഫാൻ, ഇതാണ് അതിൻ്റെ 100%. 2500 രൂപ വിലയുള്ള ഫാൻ, ഇതാണ് 100%. ഈ 2500 രൂപ വിലയുള്ള ഫാൻ എന്ത് സംഭവിക്കുന്നുണ്ട്? അയാള് ഒരു 40% അങ്ങ് വില വർദ്ധിപ്പിക്കുക. എത്രയാണ്? 40% വില വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ ആദ്യമുള്ളത് 100%. അത് 40% വില വർദ്ധിപ്പിച്ചാൽ 140% എന്നതിന് ശേഷം 140% ആക്കി ഇട്ടതിന് ശേഷം അയാൾ ഒരു പണി ചെയ്യും. വന്ന് ചോദിക്കുമ്പോൾ ആൾക്കാർ എന്ത് പറയും? ഒരു 15% ഡിസ്കൗണ്ട് തരാമെന്ന് പറയും. 15% ഡിസ്കൗണ്ട് എന്ന് വെച്ചാൽ എത്രയാണ്? 85% അയാൾ സാധനം തരും. മനസ്സിലായല്ലോ? 2500 രൂപയ്ക്കാണ് അത് വാങ്ങിയത്. അത് 100% വിലയാണ്. അതിന്റെ 40% വില വർദ്ധിപ്പിക്കും. 40% വില വർദ്ധിപ്പിക്കുക എന്ന് വെച്ചാൽ 140% ആക്കും. എന്നതിന് ശേഷം എന്ത് ചെയ്യും? 15% ഡിസ്കൗണ്ട് അനുവദിക്കും. എന്ന് വെച്ചാൽ 85% ഡിസ്കൗണ്ട് ആണ് അനുവദിക്കുന്നത്. എങ്കിൽ ആ ഫാനിന്റെ വില എത്രയാണെന്നല്ലേ ചോദിച്ചേക്കുന്നത്? ഫാനിന്റെ വില ഓക്കെ ആണല്ലോ? ഓക്കെ, ഈ 2 0 ഈ 2 0 വെട്ടാം. ഓക്കെ ആണല്ലോ? ഈ 0 ഈ 0 വെട്ടാം. ഓക്കെ, ഇവിടെ വെട്ടാം. ഈ 2 10 5 25 ഇവിടെ കിട്ടുമ്പോൾ 1 2 2 7 2 14 7 5 35 35 × 85 35 × 85 എത്തിട്ട് 2975 2900 എത്രയാണ്? 75 രൂപയ്ക്കാണ്. 2975 രൂപയ്ക്കാണ് നമുക്ക് ആ ഫാൻ എന്ത് ചെയ്യുന്നത്? വിൽക്കുന്നത്. 2500 രൂപ വിലയുള്ള സാധനം 40% വില വർദ്ധിപ്പിച്ചു, 140%. എന്നതിന് ശേഷം എന്ത് ചെയ്തു? 85% ഡിസ്കൗണ്ട് അല്ല 15% ഡിസ്കൗണ്ട് അനുവദിക്കുന്നു, കിഴിവ് അനുവദിക്കുന്നു എന്ന് വെച്ചാൽ 85% കൊടുക്കുമ്പോൾ ഇപ്പോൾ ആ ഫാൻ വിൽക്കുന്ന വില 2975 രൂപയ്ക്കാണ് അത് വിൽക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഓക്കെ. ദിലീപ് ഒരു ബാങ്കിൽ നിന്നും 36,000 രൂപ കടം വാങ്ങി. പലിശ നിരക്ക് 10%. 2 വർഷത്തേക്കുള്ള പലിശ ഉൾപ്പെടെ ഈ സംഖ്യ 24 മാസത്തവണകളായി തിരിച്ചടയ്ക്കുവാൻ അയാൾ തീരുമാനിച്ചു. ഓരോ മാസവും എത്ര രൂപ തിരിച്ചടയ്ക്കണം? ക്ലിയർ ആവുന്നുണ്ടല്ലോ? ക്വസ്റ്റ്യൻ കണ്ടല്ലോ. ദിലീപ് എന്ന് പറയുന്ന ഒരാൾ ഒരു ബാങ്കിൽ നിന്ന് 36,000 രൂപയാണ് കടം വാങ്ങിയിരിക്കുന്നത്. അവിടുത്തെ പലിശ നിരക്ക് 10%. എന്ത് പലിശ എന്ന് ക്വസ്റ്റ്യന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അത് സാധാരണ പലിശ അല്ലെങ്കിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. ഏത് പലിശ എന്ന് പറഞ്ഞിട്ടില്ല.
അതുകൊണ്ട് സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. കോമ്പൗണ്ട് ആണെങ്കിൽ ക്വസ്റ്റിനകത്ത് എടുത്ത് പറയും. പലിശയെക്കുറിച്ച് ക്വസ്റ്റിനകത്തൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ അത് സിമ്പിൾ ഇൻട്രസ്റ്റിനായിരിക്കും. ക്ലിയർ ആണല്ലോ? ഓക്കെ, നമ്മളെടുത്തു 10% നിരക്കിലാണ് എടുത്തേക്കുന്നത്. ഓക്കെ, 2 വർഷത്തേക്ക് പലിശ ഉൾപ്പെടെ ഈ തുക 24 മാസത്തവണകളായി അടയ്ക്കുവാൻ അയാൾ തീരുമാനിച്ചു എങ്കിൽ അയാൾ ഓരോ മാസവും എത്ര രൂപ തിരിച്ചടയ്ക്കണം? ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾ വേറെ ഒന്നും പ്രത്യേകിച്ചൊന്നും ചെയ്യണ്ട. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പലിശ ഉൾപ്പെടെ അയാൾ മൊത്തം എത്ര രൂപ അടയ്ക്കണമെന്ന് ആദ്യം കണ്ടുപിടിക്കണം. പലിശ ഉൾപ്പെടെ എത്ര രൂപ അടയ്ക്കണമെന്ന് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. ഇപ്പം നമ്മളിപ്പോൾ ഒരു കടയിൽ നമ്മൾ പോയി, നിങ്ങളിൽ പലരും EMI എടുക്കാറുണ്ട്. EMI എടുക്കാറുണ്ട്. ഇപ്പോൾ ഫ്രിഡ്ജ് എടുക്കാറുണ്ട്, TV എടുക്കാറുണ്ട്, പല സാധനങ്ങളും എടുക്കാറുണ്ട്, EMI എടുക്കാറുണ്ട്. എങ്ങനെയാണ് EMI എടുക്കുന്നത്? നമ്മൾ ചെന്നിട്ട് നമുക്കൊരു അത്യാവശ്യം ഒരു ഫ്രിഡ്ജ് വേണമെന്ന് പറഞ്ഞു, നമ്മളൊരു ഫ്രിഡ്ജ് വാങ്ങുന്നു. അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോൺ വാങ്ങണമെന്ന് മൊബൈൽ ഫോൺ വാങ്ങുന്നു. ഓക്കെ, ആ മൊബൈൽ ഫോണിൻ്റെ വില എത്ര? മൊത്തം ഇത്ര രൂപയെന്ന് പറയും. അപ്പം 2 വർഷം കഴിയുമ്പോൾ ഇത്ര വരെ അടച്ച് തീർക്കേണ്ടി വരും എന്ന് പറയുമ്പോൾ ആ എമൗണ്ട് മൊത്തത്തിൽ കാൽക്കുലേറ്റ് ചെയ്യും. എന്നിട്ട് നിങ്ങളോട് ചോദിക്കും എത്ര മാസത്തവണകളായിട്ട് കിടക്കുക, 8 മാസമാണോ, 10 ആണോ, അല്ല 2 വർഷം 24 മാസമാണോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ നമ്മൾ പറയുന്ന കാലയളവിനനുസരിച്ച് അവരെന്ത് ചെയ്യും? അതിനെ ഡിവൈഡ് ചെയ്യും. അങ്ങനെയാണ് നമുക്ക് EMI മാസം ഇത്ര രൂപ വെച്ച് അടയ്ക്കണമെന്ന് തീരുമാനിക്കുന്നത്. ക്ലിയർ ആണല്ലോ? അതേ സെയിം സെറ്റപ്പ് തന്നെയാണ് ഇവിടെയും വരുന്നത്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ 36,000 രൂപ 10% നിരക്കിലാണ് അയാൾ ബാങ്കിൽ നിന്ന് പലിശയ്ക്ക് എടുക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ട പരിപാടി, അയാൾ എത്ര രൂപ ആദ്യം പലിശ അടയ്ക്കണം? 36,000 രൂപയ്ക്ക്. ഓക്കെ, 36,000 രൂപയാണ്. ഓക്കെ, 36,000 രൂപ. നമുക്ക് ഏത് ഇക്വേഷനാ? നമ്മുടെ ഇക്വേഷൻ ഇതാണ്. I = PNR/100 എന്ന് പറയുന്നത് സിമ്പിൾ ഇൻട്രസ്റ്റ് ഇൻഡിക്കേഷൻ. I = PNR/100. ഇവിടുത്തെ I ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ P പ്രിൻസിപ്പൽസ് എമൗണ്ട്, അയാളുടെ മുതൽ എന്ന് പറഞ്ഞാൽ 36,000 രൂപ. നമ്പർ ഓഫ് ഇയർ എന്ന് വെച്ചാൽ 2 വർഷം. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ 10%. 36,000 രൂപ 2 വർഷത്തേക്ക് 10% നിരക്കുള്ള ഇൻട്രസ്റ്റ് I കണ്ടുപിടിക്കണം. 36,000 രൂപ 10% നിരക്കിൽ 2 വർഷത്തേക്കുള്ള പലിശ കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ ആദ്യം I കണ്ടുപിടിക്കുക. I കണ്ടുപിടിക്കുക ലൊക്കേഷൻ P എന്ന് വെച്ചാൽ 36,000 രൂപ. നമ്പർ ഓഫ് ഇയർ എന്ന് പറയുന്നത് 2 വർഷം. നമ്പർ ഓഫ് ഇയർ 2 വർഷം. ക്ലിയർ ആവുന്നുണ്ടല്ലോ? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ 10%. ഈ എമൗണ്ട് അങ്ങ് കണ്ടുപിടിക്കുക. ഈ എമൗണ്ട് കണ്ടുപിടിക്കുമ്പോൾ ഈ 0 വെട്ട, ഈ 0 വെട്ട, 36 × 2 72, 7,200 രൂപ എന്ന് കിട്ടും. എന്ത് കിട്ടുള്ളൂ? 7,200 രൂപ അയാൾ പലിശ അടച്ചേ പറ്റത്തുള്ളൂ. 7,200 രൂപ പലിശ അടച്ചേ പറ്റത്തുള്ളൂ. അപ്പൊ നിങ്ങൾ നോക്കണം, 7,200 രൂപ പലിശ അടയ്ക്കണം, പ്ലസ് മുതലായ 36,000 രൂപയും അടയ്ക്കണം. 36,000 രൂപയും അടയ്ക്കണം. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പൊ എന്താ 43,200 രൂപയാണ്. 43,200 രൂപ അയാൾ തിരിച്ചടയ്ക്കണം. മനസ്സിലാവുന്നുണ്ടല്ലോ? 36,000 രൂപ 10% നിരക്കിൽ 2 വർഷത്തേക്കുള്ള സാധാരണ പലിശ 7,200 രൂപ പ്ലസ് എന്താണ്, അയാൾ 36,000 രൂപ മുതലും ചേർത്ത് 43,200 രൂപ അയാൾ ആ ബാങ്കിൽ തിരിച്ചടച്ചേ പറ്റൂ. പക്ഷേ ഇവിടെ ഒരു കാര്യം പറയുന്നുണ്ട്, അയാൾക്ക് ഒരുമിച്ച് അടയ്ക്കാൻ അയാളുടെ പൈസ ഇല്ല, അയാൾക്ക് ഒരുമിച്ച് പറ്റത്തില്ല. അപ്പോൾ എന്ത് പറയുന്നു? നിങ്ങൾ എനിക്കൊരു 24 മാസത്തവണകളായിട്ട് താ, ഞാൻ എല്ലാ മാസവും അടച്ചോളാം, എല്ലാ ഇത്ര രൂപ വെച്ച് അടച്ചോളാം. അപ്പോൾ ബാങ്ക് തീരുമാനിക്കുക അയാൾ ഒരു മാസം എത്ര രൂപ അടയ്ക്കണമെന്ന്. അയാൾ തിരിച്ചടയ്ക്കേണ്ട തുക 43,200 രൂപ. എത്ര മാസത്തവണകളാണ്? 24 മാസത്തവണ. എത്ര മാസത്തവണയാണ്? 24 മാസത്തവണ. അപ്പോൾ എന്ത് ചെയ്യണം? 24 വെച്ച് തന്നെ അങ്ങ് ഹരിക്കണം. ഇതിനെന്ത് ചെയ്യണം? 43,200നെ 24 വെച്ച് ഹരിക്കണം. ആൻസർ 1,800 രൂപ. ഒരു മാസം 1,800 രൂപ അയാൾ അടയ്ക്കണം. ഒരു മാസം 1,800 രൂപ വെച്ച് 24 മാസം അടയ്ക്കുമ്പോൾ 43,200 രൂപ തിരിച്ചടയ്ക്കേണ്ടി വരും. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, അപ്പോൾ നമുക്ക് പ്രിൻസിപ്പൽസ് എമൗണ്ട് 36,000 രൂപ, നമ്പർ ഓഫ് ഇയർ 2 വർഷം, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 10%. എങ്കിൽ നമുക്ക് I എന്ന് പറയുന്നത് 7,200 രൂപ, തിരിച്ചടയ്ക്കേണ്ട തുക 43,200 രൂപ. അപ്പോൾ ഒരു മാസം അടയ്ക്കേണ്ടത് 43,200നെ 24 കൊണ്ട് ഹരിക്കണം. ഹരിച്ചപ്പോൾ 1,800 രൂപ എന്ന് കിട്ടി. ക്ലിയർ ആണല്ലോ? ഒരു മാസം അപ്പോൾ അയാൾ അടയ്ക്കേണ്ട തുക 1,800 രൂപ. ഓക്കെ, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ.
ജോണി ഒരു ബാങ്കിൽ നിന്നും 60,000 രൂപ ജോണി ഒരു ബാങ്കിൽ 60,000 രൂപ നിക്ഷേപിച്ചു. ബാങ്ക് 1 രൂപയ്ക്ക് മാസത്തിൽ 1 പൈസയാണ് പലിശ നൽകുന്നത്. 2 വർഷം കഴിയുമ്പോൾ എത്ര രൂപ തിരികെ ലഭിക്കും? ഇതാണ് ക്വസ്റ്റ്യൻ. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ജോണി ഒരു ബാങ്കിൽ 60,000 രൂപ നിക്ഷേപിച്ചു. ബാങ്ക് 1 രൂപയ്ക്ക് മാസത്തിൽ 1 പൈസയാണ് പലിശ നൽകുന്നത്. 2 വർഷം കഴിയുമ്പോൾ എത്ര രൂപ തിരികെ ലഭിക്കും? ഓക്കെ, ജോണി എന്ന് പറയുന്ന ആള് ഒരു ബാങ്കിൽ കൊണ്ട് 60,000 രൂപ അങ്ങ് നിക്ഷേപിച്ചു. ഓക്കെ, ബാങ്ക് 1 രൂപയ്ക്ക് 1 മാസം 1 പൈസയാണ് പലിശ നൽകുന്നത് എങ്കിൽ അയാൾക്ക് എത്ര വർഷം കഴിയുമ്പോഴാണ്? 1 വർഷം കഴിയുമ്പോൾ എന്ത് തുക അയാൾക്ക് തിരികെ ലഭിക്കും? മനസ്സിലായി അല്ല? 2 വർഷം കഴിയുമ്പോൾ എന്ത് തുക, എത്ര രൂപ അയാൾക്ക് തിരികെ ലഭിക്കും? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ ആണല്ലോ? യെസ്. അപ്പം നമ്മളിവിടെ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഏതൊരു ബാങ്കും അവരുടെ പലിശ നിരക്ക് കണക്കാക്കുന്നത് 1 വർഷത്തേക്കാണ്. ഏത് ബാങ്കും അവരുടെ പലിശ നിരക്ക് കണക്കാക്കുന്നത് 1 വർഷത്തേക്കാണ്. ഈ മോഡൽ ക്വസ്റ്റ്യൻ 2018 LDC തിരുവനന്തപുരം ജില്ലയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. 1 രൂപയ്ക്ക് 1 മാസം 1 പൈസ സാധാരണ പലിശയെങ്കിൽ പലിശ നിരക്ക് എത്ര? ഇതായിരുന്നു ക്വസ്റ്റ്യൻ. 1 രൂപയ്ക്ക് 1 മാസം 1 പൈസ സാധാരണ പലിശയെങ്കിൽ പലിശ നിരക്ക് എത്ര എന്നായിരുന്നു 2018 LDC തിരുവനന്തപുരം ജില്ലയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, അതേ പാറ്റേണിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, സ്കൂൾ ടെക്സ്റ്റിനകത്തുള്ള ക്വസ്റ്റ്യൻ ആണ്. മനസ്സിലായല്ലോ? നമ്മൾ ചെയ്യിക്കുന്നതിൽ ക്വസ്റ്റ്യൻസ് എല്ലാം സ്കൂൾ ടെക്സ്റ്റിനാ, അല്ലാത്ത ക്വസ്റ്റ്യൻ ആണ് ഞാൻ പറയാം. ഓക്കെ, ഒരു ജോണി ഒരു ബാങ്കിൽ 60,000 രൂപ നിക്ഷേപിച്ചു. അപ്പൊ നോക്കാം, അയാളുടെ പ്രിൻസിപ്പൽ സം ഉണ്ട്. പി എന്ന് പറഞ്ഞാൽ 60,000 രൂപയാണ്. 60,000 രൂപ. നമ്പർ ഓഫ് ഇയർ ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് എത്ര വർഷത്തേക്കാണ്? 2 വർഷത്തേക്കാണ് അയാൾ നിക്ഷേപിച്ചേക്കുന്നത്. 2 വർഷത്തേക്കാണ് അയാൾ നിക്ഷേപിച്ചിരിക്കുന്നത്. ഇനി എന്താ ഒരു കാര്യം അടുത്ത പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 വർഷം കഴിയുമ്പോൾ എത്ര രൂപ തിരികെ ലഭിക്കും? എത്ര രൂപ അയാൾക്ക് തിരിച്ച് ലഭിക്കും? അതാണ് നമുക്കറിയേണ്ടത്. അപ്പൊ എത്ര രൂപ തിരികെ ലഭിക്കും എന്ന് അറിയണമെങ്കിൽ അയാൾക്ക് എത്ര രൂപ പലിശ ലഭിക്കും എന്ന് ആദ്യം അറിയണം. എത്ര രൂപ പലിശ ലഭിക്കുമെന്ന് ആദ്യം അറിയണം. ആ പലിശ എത്രയാണോ പറയുന്നത് അത് ഈ 60,000 രൂപയോടെ കൂട്ടിയാലാണ് അയാൾക്ക് തിരികെ ലഭിക്കുന്ന തുക കിട്ടുന്നത്. അയാൾക്ക് 60,000 രൂപ ഇട്ടിട്ടുണ്ട്. ആ 60,000 അയാൾക്ക് തിരിച്ച് തന്നേ പറ്റത്തുള്ളൂ. 60,000 ഇട്ടുകൊണ്ട് 60,000 രൂപ തിരിച്ചു തരണം. 60,000 രൂപ മാത്രം തന്നാൽ പോരാ, പലിശയും തരണം. അങ്ങനെ രണ്ടും കൂടെ ചേർത്താണ് അയാൾക്ക് തിരികെ ലഭിക്കുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇവിടുത്തെ പലിശ നിരക്ക് എത്രയാണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നില്ല. പക്ഷേ എന്ത് പറയുന്നുണ്ട്? 1 മാസത്തേക്ക് 1 രൂപയ്ക്ക് 1 മാസം 1 പൈസ. മനസ്സിലാവും? 1 രൂപയ്ക്ക് 1 മാസം 1 പൈസയാണ് ആ ബാങ്ക് പലിശ പറയുന്നത്. 1 രൂപയ്ക്ക് 1 മാസം 1 പൈസ. ശ്രദ്ധിക്കണം. ഏതൊരു ബാങ്കും, ശ്രദ്ധിച്ചോണേ, ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ്, ശ്രദ്ധിച്ചോണം. ഏതൊരു ബാങ്കും അവരുടെ പലിശ നിരക്ക് കണക്കാക്കുന്നത് 1 വർഷത്തേക്കാണ്. ഏത് ബാങ്കും അവരുടെ പലിശ നിരക്ക് കണക്കാക്കുന്നത് 1 വർഷത്തേക്കാണ്. മനസ്സിലായല്ലോ? ഇപ്പോൾ അത് എങ്ങനെയാണ് കണക്കാക്കുന്നതെന്ന് വെച്ചാൽ 100 രൂപയ്ക്ക് എത്ര രൂപയ്ക്കാ? 100 രൂപയ്ക്ക് 1 വർഷത്തേക്ക് എത്ര രൂപ നമ്മൾ ആ ബാങ്കിന് പലിശ കൊടുക്കണമെന്ന് പറയുന്നു, അതാണ് ആ ബാങ്കിലെ പലിശ നിരക്ക്. ഒന്നുകൂടെ പറയാം, 100 രൂപയ്ക്ക് 1 വർഷത്തേക്ക് നമ്മൾ എത്ര രൂപയാണോ പലിശ കൊടുക്കണമെന്ന് പറയുന്നത് അതാണ് ആ ബാങ്കിലെ പലിശ നിരക്ക്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? 100 രൂപയ്ക്ക് 1 വർഷത്തേക്ക് എത്ര രൂപ ബാങ്കിന് കൊടുക്കണം, അതാണ് ആ ബാങ്ക് ഈടാക്കുന്ന പലിശ നിരക്ക് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയും. നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ 60,000 രൂപ. ഇവിടെ എന്താ പറയുക? നമുക്ക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ പോവാം. പറയുന്നത് 1 രൂപയ്ക്ക് 1 മാസത്തേക്ക് 1 രൂപയ്ക്ക് 1 മാസത്തേക്ക് 1 പൈസ. ബാങ്ക് 1 രൂപയ്ക്ക് 1 മാസത്തേക്ക് 1 പൈസ. ഒന്നുകൂടെ പറയാം, 1 രൂപയ്ക്ക് 1 മാസത്തേക്ക് 1 പൈസ. ഏത് ബാങ്കും അവരുടെ പലിശ നിരക്ക് കണക്കാക്കുന്നത് 1 രൂപയ്ക്കല്ല. ഏത് ബാങ്ക് അവരുടെ പലിശ നിരക്ക് കണക്കാക്കുന്നതെന്ന് പറയുന്നത് 100 രൂപയ്ക്കാണ്. എത്ര രൂപയ്ക്കാണ്? 100 രൂപയ്ക്ക്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? 1 രൂപയ്ക്ക് 1 മാസത്തേക്ക് 1 പൈസ. അപ്പോൾ 2 രൂപയ്ക്ക് 1 മാസത്തേക്ക് 2 പൈസ. അപ്പോൾ 3 രൂപയ്ക്ക് 1 മാസത്തേക്ക് 3 പൈസ. അപ്പോൾ 100 രൂപയ്ക്ക് 1 മാസത്തേക്ക് 100 പൈസ. 1 രൂപയ്ക്ക് 1 മാസത്തേക്ക് 1 പൈസ. 2 രൂപയ്ക്ക് 1 മാസത്തേക്ക് 2 പൈസ. അപ്പോൾ 100 രൂപയ്ക്ക് 1 മാസത്തേക്ക് 100 പൈസയാണ്. മനസ്സിലായല്ലോ? അപ്പോൾ നോക്കിയോ, 1 രൂപയ്ക്ക് 1 മാസത്തേക്ക് 1 പൈസയാണെങ്കിൽ 100 രൂപയ്ക്ക് 1 മാസത്തേക്ക്
100 പൈസയാണ്. 100 പൈസ. കാര്യം എന്താ, 1 രൂപയ്ക്ക് ഒരു മാസത്തേക്ക് 1 പൈസ ആണെങ്കിൽ 2 രൂപയ്ക്ക് ഒരു മാസത്തേക്ക് 2 ഗുണം 100, 3 രൂപയ്ക്ക് ഒരു മാസത്തേക്ക് 3 ഗുണം 100. അപ്പോൾ 100 രൂപയ്ക്ക് ഒരു മാസത്തേക്ക് 100 ഗുണം 1. അപ്പോൾ എന്താ, 1 രൂപയ്ക്ക് ഒരു പൈസ എങ്കിൽ 100 രൂപയ്ക്ക് ഒരു മാസത്തേക്ക് 100 പൈസ. 100 പൈസ. 1 രൂപയ്ക്ക് ഒരു മാസത്തേക്ക് 1 പൈസ, 2 രൂപയ്ക്ക് 2 ഇൻറ്റു 1, 3 രൂപയ്ക്ക് 3 ഇൻറ്റു 1. അപ്പോൾ 100 രൂപയ്ക്ക് 100 ഇൻറ്റു 1, 100 പൈസ. 100 പൈസ എന്ന് പറഞ്ഞാൽ 1 രൂപയാണ്. മനസ്സിലായല്ലോ? 100 പൈസ എന്ന് പറയുമ്പോൾ 1 രൂപ. മനസ്സിലാവുന്നുണ്ടല്ലോ? 1 രൂപ. 100 രൂപയ്ക്ക് ഒരു മാസത്തേക്ക് 1 രൂപ നമ്മൾ പലിശ കൊടുക്കണം. 100 രൂപയ്ക്ക് ഒരു മാസത്തേക്ക് 1 രൂപ പലിശ കൊടുക്കണം. കാര്യം എന്താ, 1 രൂപയ്ക്ക് ഒരു മാസത്തേക്ക് 1 പൈസ എങ്കിൽ 100 രൂപയ്ക്ക് ഒരു മാസത്തേക്ക് 100 ഇൻറ്റു 1 പൈസ, അതായത് 100 പൈസ. 100 പൈസ എന്ന് വെച്ചാൽ 1 രൂപ. 100 പൈസ എന്ന് വെച്ചാൽ 1 രൂപ. 1 രൂപ പലിശ കൊടുക്കണം. 100 രൂപയ്ക്ക് ഒരു മാസത്തേക്ക് 1 പൈസ പലിശ കൊടുക്കണം. 1 രൂപ പലിശ കൊടുക്കണം. ഒരു ബാങ്ക് പറയുന്നത് 100 രൂപയ്ക്കാണ് പലിശ ഈടാക്കുന്നത്. അത് ഓക്കെ, 100 രൂപയ്ക്കാണ് ആ ബാങ്ക് പലിശ ഈടാക്കുന്നത്. പക്ഷേ ഒരു മാസത്തേക്കല്ല. ഒരു മാസത്തേക്കാണ് 1 രൂപ. ബാങ്ക് എപ്പോഴും പലിശ നിരക്ക് കണക്കാക്കുന്നത് ഒരു വർഷത്തേക്കാണ്. എന്നാണ്? ഒരു വർഷത്തേക്ക്. അപ്പോൾ 100 രൂപയ്ക്ക് ഒരു മാസത്തേക്ക് ഒരു രൂപ. 100 രൂപയ്ക്ക് ഒരു മാസത്തേക്ക് 1 രൂപ എങ്കിൽ 100 രൂപയ്ക്ക് ഒരു മാസം എന്നുള്ളത് 12 മാസം. 12 മാസം ആകുമ്പോൾ ഒരു വർഷത്തിലൂടെ 12 മാസത്തേക്ക് എത്ര പലിശ കൊടുക്കണമെന്ന് പറഞ്ഞാൽ, എത്ര വർഷം കഴിഞ്ഞാൽ 12 ഗുണം 1 രൂപ. കാര്യം എന്താ, ഒരു മാസത്തേക്ക് 1 രൂപ വെച്ച് 12 മാസത്തേക്ക് 12 ഗുണം 1, 12 രൂപ പലിശ കൊടുക്കണം. എത്ര രൂപ പലിശ കൊടുക്കണം? 12 രൂപ പലിശ കൊടുക്കണം. നമ്മൾ പറഞ്ഞ കണ്ടീഷനിലെത്തി. ബാങ്ക് പലിശ നിരക്ക് കണക്കാക്കുന്നത് 100 രൂപയ്ക്ക്. ഓക്കെ, 100 രൂപയിലെത്തി. എത്ര നാളത്തേക്കാണ്? ഒരു വർഷത്തേക്കാണ്. 12 മാസം എന്ന് വെച്ചാൽ 1 വർഷം. അപ്പോൾ 100 രൂപയ്ക്ക് ഒരു വർഷത്തേക്ക് എത്ര രൂപ പലിശ കൊടുക്കേണ്ടി വന്നിടോ? അവിടെ 12% പലിശ കൊടുക്കേണ്ടി വന്നു. മനസ്സിലായോ? എടാ മോനെ, നിനക്കൊരു കാര്യം പറഞ്ഞാൽ മനസ്സിലായോ? 100 രൂപയ്ക്ക് ഒരു മാസത്തേക്ക് 12 രൂപ പലിശ കൊടുക്കേണ്ടി വന്നു. ആ ബാങ്കിലെ പലിശ നിരക്ക് 12%. ബാങ്കിലെ പലിശ നിരക്ക് എത്രയാണ്? 12% പലിശ നിരക്ക്. പലിശ നിരക്ക് കിട്ടി. ഇതിനകത്തുള്ള ആകെയുള്ള ഒരു പോയിന്റ്സ്, ആകെ നിങ്ങൾക്ക് ഇച്ചിരിയെങ്കിലും ബുദ്ധിമുട്ടായിട്ടുള്ളത് ഈ പലിശ നിരക്ക് കണ്ടുപിടിക്കുന്നത് മാത്രമാണ്. ഈ പലിശ നിരക്ക് കണ്ടുപിടിക്കുന്നത് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് ഇച്ചിരിയെങ്കിലും കാര്യം. ബാക്കിയൊന്നുമില്ല. എന്ന് PSC ചോദിച്ചു ഇങ്ങനായിരുന്നു. ഏത് നമ്മുടെ തിരുവനന്തപുരം ജില്ല LDCക്ക് ചോദിച്ചത് 1 രൂപയ്ക്ക് ഒരു മാസം 1 പൈസ സാധാരണ പലിശയെങ്കിൽ പലിശ നിരക്ക്. 1 രൂപയ്ക്ക് ഒരു മാസം 1 പൈസ സാധാരണ പലിശയെങ്കിൽ പലിശ നിരക്ക്. 1 രൂപയ്ക്ക് ഒരു മാസം 1 പൈസ സാധാരണ പലിശയെങ്കിൽ പലിശ നിരക്ക് 12%. ഈ കൺസെപ്റ്റിൽ അത് ചെയ്യാം. ഇനി നമ്മൾ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. എന്നാണ് നോക്കിക്കോ, നമ്മുടെ ക്വസ്റ്റ്യൻ നമ്മളിവിടെ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ആദ്യം അയാൾക്ക് എത്ര രൂപ പലിശ കിട്ടും? I കണ്ടുപിടിക്കുക. ഇക്വേഷൻ PNR/100 ആണ്. PNR/100. അപ്പോൾ I = P എന്ന് പറഞ്ഞാൽ 60,000 രൂപയാണ്. നമ്പർ ഓഫ് ഇയർ 2 വർഷത്തേക്കാണ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 12%. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 12%. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഈ 2 പൂജ്യം ഈ 2 പൂജ്യം വെട്ടാം. ഓക്കെ, ഈ 6 12, ഈ 6 12, 12 ഗുണം 12, 12 ഗുണം 12 144. ഈ 6 12, 12 × 12 144. എന്താണ്? ഈ 2 പൂജ്യം വിട്ട് എന്താണ്? 14,400 രൂപ. എത്രയാണ്? 14,400 രൂപ അയാൾക്ക് പലിശ ലഭിക്കും. എത്രയാണ്? 14,400 രൂപ അയാൾക്ക് പലിശ ലഭിക്കും. എത്ര? 60,000 രൂപയ്ക്ക് എത്ര വർഷം? 2 വർഷം കഴിയുമ്പോൾ അയാൾക്ക് 14,400 രൂപയാണ് പലിശ ലഭിക്കുന്നത്. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇതൊന്നുമല്ല, എനിക്ക് എന്തു തുക തിരികെ ലഭിക്കും? എത്ര രൂപ തിരികെ ലഭിക്കും? ശ്രദ്ധീരെ, എത്ര രൂപ തിരികെ ലഭിക്കും? എടാ മോനെ, നീ 60,000 രൂപ ബാങ്കിൽ കൊണ്ടിട്ടു. നിനക്ക് 2 വർഷം കഴിയുമ്പോൾ നീ 60,000 രൂപ മേടിച്ചുകൊണ്ട് വീട്ടിൽ പോവോ? നിനക്ക് 60,000 രൂപ തന്നാൽ മതിയോ? നീ പലിശ തരാൻ പറയത്തില്ലേ? പലിശ 14,400 വരും. 2 വർഷം കഴിയുമ്പോൾ ആ പലിശ 14,400 ഉണ്ടെന്ന് പറഞ്ഞാൽ അതും മേടിച്ചുകൊണ്ട് നീ വരുമോ? നീ എന്തോ പറയും? എൻ്റെ മുതൽ തരാൻ പറയും. ഈ പലിശയും മുതലും ചേർത്തായിരിക്കും നിനക്ക് തിരിച്ചു കിട്ടുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് തിരികെ കിട്ടുന്നത് I+P ആണ്. ഇൻട്രസ്റ്റ് പ്ലസ് പ്രിൻസിപ്പിൾസ് എമൗണ്ട്. ആയിരിക്കും തിരികെ ലഭിക്കുന്നത്. ഈ ഇൻട്രസ്റ്റ് പ്ലസ് പ്രിൻസിപ്പിൾസ് എമൗണ്ട് നമ്മൾ വിളിക്കുന്നവരാണ് A അല്ലെങ്കിൽ എമൗണ്ട് എന്ന് വിളിക്കും. മനസ്സിലായല്ലോ? പലിശയും മുതലൂടെ ചേർത്തുള്ള തുകയെ നമ്മൾ വിളിക്കുന്നവരാണ് A അല്ലെങ്കിൽ എമൗണ്ട്. എന്ത് പറഞ്ഞാൽ? A അല്ലെങ്കിൽ എമൗണ്ട്. ഈ എമൗണ്ടിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ
പലിശയുമുണ്ട് മുതലുമുണ്ട്. എമൗണ്ടിനകത്ത് എന്തൊക്കെയുണ്ട്? പലിശയുമുണ്ട് മുതലുമുണ്ട്. പി എന്ന് പറഞ്ഞാൽ പലിശ മുതലും മാത്രം. ഐ എന്ന് പറഞ്ഞാൽ പലിശ മാത്രം. ഐ എന്ന് പറഞ്ഞാൽ പലിശ മാത്രം. പി എന്ന് പറഞ്ഞാൽ മുതല് മാത്രം. രണ്ടുകൂടെ കൂട്ടുന്നതാണ് എ എന്ന് പറയുന്നത്. അപ്പോൾ ഐ എന്ന് പറഞ്ഞാൽ 14,400 പ്ലസ് പി എന്ന് പറഞ്ഞാൽ 36,000. അപ്പോൾ മൊത്തത്തിൽ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 46, 46, 50, 50,400 രൂപയാണ്. എത്രയാണ്? 50,400 രൂപയാണ് നമുക്ക് തിരികെ ലഭിക്കുന്നത്. എത്രയാണ്? 50,400 രൂപ നമുക്ക് തിരികെ ലഭിക്കും. 36,000 അല്ല, സോറി 36,000 ഇല്ലല്ലോ. എത്രയാണ്? 50,400 അല്ല, എത്ര? 60,000 ഇല്ലേ? 36,000 60,000 60,000 രൂപയാണ് നമ്മൾ തിരികെ ലഭിക്കുന്നത്. അപ്പോൾ ഈ 60,000 കൂട്ടുന്നത് 60,000 കേട്ടല്ലോ. 36,000 അല്ല, 60,000. ഈ 60,000 എത്ര? 14,400 കൂട്ടുമ്പോൾ എത്രയാണ്? 74,400 രൂപയാണ് തിരികെ ലഭിക്കുന്നത്. എത്രയാണ്? 74,400. അപ്പോൾ 36,000 അല്ല, നമ്മുടെ മുതൽ 60,000 ആണ്. 60,000 14,400 കൂടുമ്പോൾ 74,400 രൂപ. ഓക്കെ ആണോടാ? ഓക്കെ ആണോ? എനിക്ക് കൃത്യമായാലും കറക്റ്റായാലും വളരെ സിമ്പിളായിട്ട് ഇത് ചെയ്യുക. PSC ഇതാണ്ട് ഈ ഭാഗം PSC ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഭാഗമാണ്. ഓക്കെ ആണല്ലോ? ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം.